ഹായ് എവരിവൺ, എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കമ്പനി ബോർഡ് LGSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു മാത്സ് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മൾക്ക് ഇതുപോലെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ LGSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊരു 20 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം മാത്സ് എന്ന് പറയുമ്പം കഴിഞ്ഞ സെക്ഷനിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പെൻഡിങ്ങിന് വെക്കാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാത്സ് എന്ന് പറയുന്നത്. ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാലും 20 മാർക്സ്, അതായത് 20 മാർക്സ് നമുക്ക് മാത്സിന്റെ മാത്സ് സബ്ജക്റ്റ് പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് കിട്ടുന്നതാണ് 20 മാർക്സ്. അപ്പൊ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യാതിരിക്കുന്നതിലും മീൻസ് മാത്സ് സ്കിപ്പ് ചെയ്ത് കളയാതെ ഒരു 5 ക്വസ്റ്റ്യൻസോ 6 ക്വസ്റ്റ്യൻസോ ഒക്കെ ചെയ്ത് പഠിക്കുന്നതിനോടൊപ്പം നമുക്കത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫെമിലിയർ ആകും. അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നമുക്ക് ടെസ്റ്റ് സീരീസുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ റിസോഴ്സസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമോ അത്രയും മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അത് നമ്മളുടെ എക്സാമിന്, ഏത് എക്സാം ആയിക്കോട്ടെ, മാത്സിന്റെ ആ ഒരു 20 മാർക്സ് നമുക്ക് നേടിയെടുക്കണം. അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലേ, നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് അവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. എന്നിട്ട് വന്ന് ഒരു 5-10 മിനിറ്റ് നമ്മൾ സമയം കണ്ടെത്തി ഈ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ അല്ലേ, ഒരു ന്യൂസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ PSCയുടെ പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പറയാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നമുക്കത് കാര്യമായിട്ടൊന്ന് പറയണം. നമ്മുടെ നേരത്തെ ഉള്ള ജനറൽ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 40 വയസ്സിലേക്കും, അതുപോലെ OBC 43, SC ST ഒക്കെ 45 വയസ്സിലേക്കും എന്താണ് പ്രായപരിധി, നമ്മുടെ ഏജ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഒരു അവസരം എന്താണ്, ഇനി അവസരങ്ങളില്ല അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു എന്ന് നിരാശപ്പെട്ടിരിക്കേണ്ടവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 40, അതുപോലെ മറ്റ് റിസർവ്ഡ് കാറ്റഗറീസ് അത് നമ്മൾക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? 1840 മുതൽ 1871 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ആകെ എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നോക്കിയേ, 1840 തൊട്ട് 1871 വരെ, അതായത് 2 സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലെ. 1840 മുതൽ 1871 വരെ ഈ 2 സംഖ്യകളുടെ ഇടയിൽ തുടർച്ചയായി, അതായത് 841, 842, 843 അങ്ങനെ പോയി 1871 വരെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, ഇതിന്റെ ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ചെറിയൊരു കുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയാം അല്ലെ, ഇതിന്റെ ഇടയ്ക്ക് ഇത്ര സംഖ്യകളുണ്ട് എന്നൊക്കെ. നമുക്കിപ്പം 841, 842, 840 ഇങ്ങനെ എണ്ണി നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല അല്ലേ, കാരണം നമുക്ക് സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ഇതിന്റെ ഇടയിലുള്ള സംഖ്യകൾ കുറച്ച് എഴുതിയാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ നമുക്കൊരു തെറ്റ് പറ്റും. എന്തുകൊണ്ടാ? 1840 മുതൽ 1871 വരെ ഇതിന്റെ ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 1871 നിന്നും 1840 കുറയ്ക്കണം. നമുക്കറിയാം ഇത് 31 ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി വേണം എഴുതാൻ. അങ്ങനെ ആവുമ്പോഴേ നമ്മളുടെ ആൻസർ കറക്റ്റ് ആവത്തുള്ളൂ. ഈ കുറച്ചിട്ട് കിട്ടിയതിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടി എഴുതണം, എങ്കിലാണ് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നത്. ഇതിന്റെ ഇടയിൽ വരുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടണമെങ്കിൽ ഈ 2 സംഖ്യകളും കൂടെ കുറച്ചിട്ട് അതിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ആൻസർ എത്ര വന്നിരിക്കുന്നത്? ഓപ്ഷൻ B 32 ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഇനി നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്
31 ഓപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ എത്ര സംഖ്യകളുണ്ടെന്ന് നമുക്ക് ഓക്കെയാണ്. അപ്പൊ 31 ഓപ്ഷനിലുണ്ട്, നമ്മൾ അത് പോയി മാർക്ക് ചെയ്യും അല്ലേ. നമ്മൾ പെട്ടെന്ന് ആ എക്സാം എഴുതുന്ന ആ ഒരു ടെൻഷനിൽ നമ്മൾക്ക് കിട്ടിയ ഒരു ഉത്തരത്തിന്റെ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ അത് പോയി മാർക്ക് ചെയ്യും. അങ്ങനെയല്ല, ഇത് രണ്ടും കൂടി കുറച്ചതിന് ശേഷം ഇതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 32 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വന്നിരിക്കുന്നത്? ഓപ്ഷൻ ബി 32. കാരണം ഇതിന്റെ ഇടയിലെ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ച എന്ന് പറയുമ്പോൾ എന്താണ് ഇംഗ്ലീഷിൽ? കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ പോവുക. 841, 842, 843, അങ്ങനെ 871 വരെ, അതായത് 10871 വരെ വരുമ്പോൾ ഈ രണ്ട് സംഖ്യകളുടെ ഇടയിൽ എത്ര സംഖ്യകൾ, എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കുറച്ചിട്ട് ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടുക. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 31. എന്നിട്ട് ഇതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. അപ്പൊ ഇതിന്റെ ഇടയിൽ 32 സംഖ്യകളാണ് ഉള്ളത്. കാരണം 840 മുതൽ 871 വരെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം ഇനിയാണ് നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് PSC അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടി. എല്ലാവരും ഈ ഒരു ന്യൂസ് അറിഞ്ഞു കാണും. എന്നാലും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി, അതായത് നമ്മളുടെ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. എന്താണ്? 36 ആയിരുന്നു ജനറൽ കാറ്റഗറിക്ക് ഇതുവരെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്. ആ 36 എന്നുള്ള ആ ഏജ്, ആ പ്രായപരിധി 40ലേക്ക് മാറ്റി. അതായത് 40 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ OBCക്ക് 43 വയസ്സും പട്ടിക വിഭാഗത്തിന് 45 വയസ്സുമാണ് പ്രായപരിധി നീട്ടിയിട്ടുള്ളത്. ഇനി ഈ പ്രായപരിധി ബാധകമാകുന്നത് ഇനിയുള്ള വിജ്ഞാപനങ്ങൾക്കാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനി PSC റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ, ഇനി പുതിയ നോട്ടിഫിക്കേഷനുകൾ വരുമല്ലോ. പുതിയ വിജ്ഞാപനങ്ങൾ PSC റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ആ പുതിയ വിജ്ഞാപനങ്ങൾക്കാണ് ഇനിയുള്ള ഈ പ്രായപരിധി ബാധകമാകുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്ത്, അതായത് ഇതുവരെ PSC റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ ഉണ്ടല്ലോ, അതിനെല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്തു കാണും. അതിന് ഈ പ്രായപരിധി ബാധകമല്ല. ഈ പ്രായപരിധി ഇനി ബാധകമാകാൻ പോകുന്നത് ഇനിയുള്ള വിജ്ഞാപനങ്ങൾക്കാണ്. അതായത് ഇനി PSC പുതിയതായിട്ട് നോട്ടിഫിക്കേഷനും പുതിയ ആപ്ലിക്കേഷനൊക്കെ പുറപ്പെടുവിക്കും. അപ്പൊ പുതിയ വിജ്ഞാപനങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു പ്രായപരിധി ഇനി ബാധകമാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, 56 നിന്ന് പെൻഷൻ പ്രായം എന്ന് പറയുന്നത് 56 നിന്നും 60 ഉയർത്തിയിരിക്കുന്നു. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ഓർത്തു വെക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? PSCയുടെ പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. ജനറൽ കാറ്റഗറി എന്നുള്ളത് 36 നിന്നും ഇനി 40, OBCക്ക് 43, പട്ടിക വിഭാഗത്തിന് 45. പിന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പുതിയതായിട്ട് ഇനി PSC പുറപ്പെടുവിക്കുന്ന പുതിയ വിജ്ഞാപനങ്ങൾക്കാണ് ഇനി ഈ ഒരു പ്രായപരിധി ബാധകമാകുന്നത്. അതും കൂടെ ഓർത്തു വെക്കാം. അപ്പൊ ഈ ഒരു കാര്യത്തില് നമ്മളുടെ ഏജ് ലിമിറ്റ് അല്ലേ, അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ, ഒരു 36 ഒക്കെ എത്തി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഒരു 37 വയസ്സൊക്കെ ആയവർ ചിന്തിക്കും, ഇനി ഒരു അവസരം ഇല്ലല്ലോ, ഒരു എക്സാം എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ളതൊക്കെ നിരാശപ്പെട്ട് ഇരിക്കുന്നവരായിരിക്കും. ആ ഒരു സമയമായിരിക്കും അവർക്കിനി പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കണം എന്നൊക്കെ ആ ഒരു സമയത്തായിരിക്കും പല വീട്ടമ്മമാർക്കാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും അല്ലെ, ആ ഒരു ഏജ് ലിമിറ്റ് കഴിയുമ്പോൾ ഒരു നിരാശയൊക്കെ തോന്നിയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ്, ഇനി ഇതൊരു പുതിയൊരു അവസരമാണ് അല്ലെ, ഇനി വിനിയോഗിക്കാൻ കഴിയുന്ന പുതിയൊരു അവസരമാണ്. 40 വയസ്സ് വരെയും ഇതിന്റെ പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുന്നിൽ അവസരമുണ്ട്. അതുപോലെ തന്നെ പഠിക്കാനും നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിച്ചേരാനുമുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതുപോലെ വിനിയോഗിക്കുക, നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടുന്ന ഒരു കാര്യം. ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലേ. അപ്പൊ പഠിക്കുക, എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ PSCയുടെ ഇനി വരുന്ന നോട്ടിഫിക്കേഷനുകൾ, പുതിയ വിജ്ഞാപനങ്ങൾ വരുമ്പോൾ എന്താണ്, എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക അല്ലെ. ഇനി 37 ആയവരാണെങ്കിലും 38 ആണെങ്കിലും
39 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് കൊടുക്കാം. അതുപോലെ 43 OBCക്ക്, പട്ടിക വിഭാഗത്തിന് 45. അപ്പൊ പുതിയ വിജ്ഞാപനങ്ങൾ വരുമ്പോൾ പ്രായപരിധി കഴിഞ്ഞെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിരാശയുടെ ആവശ്യമുണ്ടോ? ഇല്ല. നല്ല പുതിയൊരു അവസരം, പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഈ അവസരം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ വിനിയോഗിക്കുക, പഠിക്കുക. ഓരോ സബ്ജക്റ്റുകളും PSCയുടെ സിലബസ് ഏകദേശം അറിയാവുന്നവരായിരിക്കും, നേരത്തെ എഴുതിയിട്ടുള്ളവരാണ് അല്ലേ. 36 ഇപ്പൊ 37 ആയവരും നേരത്തെ PSC അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിലബസും കാര്യങ്ങളും അറിയാം അല്ലേ. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. പിന്നെ ചില എക്സാമുകൾക്ക് ഒന്ന് മാറിയും തിരിഞ്ഞു വരും. എന്തായാലും മാത്സ് അല്ലെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് നമ്മളൊന്ന് മാറ്റി വെക്കുന്ന ഒരു സബ്ജക്റ്റുകളുടെ ലിസ്റ്റിലേക്ക് വരുന്നത്. പിന്നീട് പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് തലേന്ന് പഠിക്കാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഒരു MEM സീരീസ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത് മാറ്റി വെക്കുന്നത്. അങ്ങനെ മാറ്റി വെക്കരുത്. നമ്മൾ ഏതൊരു എക്സാം എടുത്താലും ഒരു 20 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്സ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ 10 മാർക്സ് മലയാളം, 20 മാർക്സ് നമുക്ക് മാത്സിൽ നിന്ന് കിട്ടും അല്ലെ. അപ്പൊ മാത്സ് പെൻഡിങ് വെക്കാതെ പഠിക്കുക. അതും കൂടി ഇതിനോടൊപ്പം ഓർക്കുകയാണ്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മൾക്ക് പുതിയതായിട്ട് തുറന്നു കിട്ടിയിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇനിയുള്ള വിജ്ഞാപനങ്ങൾക്ക് ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് ചിന്തിച്ചിരിക്കുന്നവര് ചിന്തിച്ച് അങ്ങനെ വിഷമിച്ചൊന്നും നിരാശപ്പെട്ടിരിക്കരുത്. നമ്മളുടെ മുന്നിലേക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി, പുതിയൊരു അവസരം നമുക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്. അത് മാക്സിമം വിനിയോഗിക്കുക. അതിനോടൊപ്പം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ ഇനി ഉടനെ റിലീസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു എക്സാം ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം, ഈ ഒരു വർഷം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ എക്സാം എഴുതേണ്ടി വരുമായിരിക്കും അല്ലേ. ഒരു 6 മാസത്തിനുള്ളിൽ ഒരു എക്സാം ഉണ്ടായിരിക്കും. പുതിയൊരു ആപ്ലിക്കേഷൻ ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മാസം, ഒരു 7 മാസത്തിനുള്ളിൽ എക്സാം ചിലപ്പോൾ നടന്നേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങാം അല്ലേ. നിങ്ങൾക്ക് പുതിയൊരു അവസരം തുറന്നു കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാ സബ്ജക്ട്സും പഠിക്കണം. എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെ ഉള്ളത് ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുക. പഠിത്തം അവസാനിപ്പിച്ചവരൊക്കെ എന്ത് ചെയ്യുക? വീണ്ടും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ. ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1 3/4 പ്ലസ് 2 1/2 പ്ലസ് 5 1/4 മൈനസ് 3 1/2. ഇത് ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? 1 3/4 പ്ലസ് 2 1/2 പ്ലസ് 5 1/4 മൈനസ് 3 1/2. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതെന്താണ്? ഭിന്നസംഖ്യയാണ്, മിശ്ര ഭിന്നസംഖ്യയാണ്. അതായത് എന്താ? മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. ചില കുട്ടികൾ ചിലപ്പോൾ ചില ഇംഗ്ലീഷ് വാക്കുകൾ പറയുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. ഇപ്പൊ LGSന്റെ പരീക്ഷ ആണെങ്കിൽ പോലും ഡിഗ്രിക്കാരും എഴുതുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ചില ഇംഗ്ലീഷ് വാക്കുകൾ അവർക്കും ഒന്ന് എന്താ പെട്ടെന്നൊന്ന് ക്യാച്ച് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞെന്നിരിക്കും. ഡിഗ്രി ഹോൾഡേഴ്സും എഴുതുന്ന ഒരു എക്സാം ആണല്ലോ. അപ്പൊ ഇത് മിശ്ര ഭിന്നസംഖ്യ അല്ലെങ്കിൽ എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി നമ്മൾ മാറ്റണം. അതായത് വിഷമ ഭിന്നസംഖ്യ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? 1 × 4 പ്ലസ് 3 അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നേ. 1 × 4 പ്ലസ് 3 എത്രയാ വരുന്നത്? 7/4 പ്ലസ് ഇത് അറിയാവല്ലോ എല്ലാവർക്കും. ഇനി 2 1/2 അല്ലേ. അപ്പൊ 2 × 2 എന്ന് പറയുമ്പോൾ 4, 4 പ്ലസ് 1 5. അപ്പൊ 5/2 പ്ലസ് 5 × 4 20. 20 പ്ലസ് 1 21. അപ്പം 21/4 മൈനസ് 3 1/2. ഇതിനെ എങ്ങനെയാ മാറ്റുന്നത്? 3 × 2 6, 6 പ്ലസ് 1 7. അപ്പം 7/2. അപ്പൊ ഈ ഒരു മിശ്ര ഭിന്നസംഖ്യയെ നമ്മൾ എന്താക്കി മാറ്റി? ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതി അല്ലെ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നസംഖ്യ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി നമ്മൾ LCM എടുക്കുക. അതായത് ലസാഗു കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഡിനോമിനേറ്റർ, അതായത് ഛേദമൊക്കെ ഒരേപോലെ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? കൂട്ടി കുറച്ചും ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കേ, ഏതൊക്കെയാണ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിൽ വന്നിട്ടുള്ള? 4 2 4 2. അപ്പൊ ഇതിന്റെ ലസാഗു എന്തായിരിക്കും? ഏറ്റവും വലിയ സംഖ്യ അല്ലേ. ഇപ്പം 4 ആയിരിക്കും അല്ലേ. 2 എന്ന് പറയുന്നതും 4ന്റെ
4 എന്ന് പറയുന്നത് 2ന്റെ ഗുണിതമാണ്, ചെറിയ നമ്പറാണ്, നമുക്കറിയാം 4 ആയിരിക്കും അതിന്റെ LCM വരുന്നത് അല്ലെങ്കിൽ ലസാഗു വരുന്നത്. അപ്പൊ നമ്മൾ 4 എടുത്തു. ഇവിടെ നമ്മൾ എന്ത് എഴുതി? 4 എഴുതി. ഓക്കെ, 4 ഇവിടെ LCM വരുന്നത്. കുറച്ചും കൂടെ ഒന്ന് മേളിലോട്ട് എഴുതട്ടെ. 1 3/4 പ്ലസ് 2 1/2 പ്ലസ് 5 1/4 മൈനസ് 3 1/2. ഇതിന് എന്തെഴുതി? 1 × 4 4 പ്ലസ് 3 7/4 പ്ലസ് ഇതിനെ മാറ്റി എഴുതി 5/2 പ്ലസ് 5 × 4 20 പ്ലസ് 1 21/4 മൈനസ് 7/2. ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിന്റെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത് എത്രയാണ്? ഡിനോമിനേറ്റർ, അതായത് ഛേദത്തിന്റെ ലസാഗു എത്രയാണ്? 4. അപ്പം 4 എന്ന് പറയുന്നത് കോമൺ ആക്കി എഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇനി അംശങ്ങളെ എല്ലാം ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അംശങ്ങളെല്ലാം ഇനി ഒരുപോലെ വരണം അല്ലേ? ഇവിടെ ഇതിന്റെ 7/4 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ് അവിടുത്തെ ഛേദം. ഓക്കെ, അപ്പൊ അവിടെ വരുമ്പോൾ ഇനി ന്യൂമറേറ്ററിൽ മാറ്റമില്ല. അപ്പൊ അതായത് അംശത്തിൽ മാറ്റമില്ല, 7 തന്നെ അവിടെ എടുത്ത് എഴുതി. പ്ലസ് ഇനി ഇവിടെ നോക്കിയേ 5/2 ആണ്. അപ്പൊ 2 × 2 ചെയ്യുമ്പോഴേ അവിടുത്തെ ഛേദം, അതായത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 4 ആവത്തുള്ളൂ. അപ്പൊ ഏത് സംഖ്യയെ കൊണ്ട് നമ്മൾ ഛേദം, അതായത് ഫ്രാക്ഷന്റെ താഴെ വരുന്ന സംഭവം, അതാണ് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ, അതിനെ നമ്മൾ ഗുണിക്കുന്നു, അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്റർ അതായത് അംശത്തിനെയും ഗുണിക്കണം. ഇവിടെ 2 × 2 അല്ലേ 4 വരുന്നത്. അപ്പൊ 5 × 2 അപ്പൊ എത്ര വന്നു? 10. ഇനി അതുപോലെ തന്നെ ഇവിടെ 4 തന്നെയാണ്. അപ്പൊ 4 ഉണ്ട് എങ്കിൽ ന്യൂമറേറ്ററിൽ വ്യത്യാസമൊന്നുമില്ല, അത് തന്നെ നമ്മൾ എഴുതുക. 21 മൈനസ് ഇവിടെ നോക്കിക്കേ 7/2. അപ്പം 2 × 2 4. അതേ 2 കൊണ്ട് തന്നെ ഈ ന്യൂമറേറ്ററിനെ ഗുണിക്കാം. അപ്പൊ 7 × 2 14. ഇനി നമുക്ക് കൂട്ടിയും കുറച്ചും എഴുതാമല്ലോ, സംഭവം സിമ്പിൾ അല്ലേ? നോക്കിക്കേ, 7 പ്ലസ് 10 പ്ലസ് 7 17, 17 പ്ലസ് 21 എത്ര വരും? 38. 38 മൈനസ് 14 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 24. 24/4. 24/4 എത്രയാണ്? 6. ഓക്കെ അല്ലേ? 24/4 എത്ര വന്നു? 6. അപ്പൊ ഏതാണ് ആൻസർ വന്നിരിക്കുന്നത്? ഓപ്ഷൻ ബി 6 ആണ് നമുക്ക് ആൻസർ. ഒന്നുമില്ല, ആദ്യം ഈ തന്നിരിക്കുന്ന മിശ്ര ഭിന്നസംഖ്യ അതായത് മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഈ ഒരു രീതിയിലോട്ട് മാറ്റണം. എന്ത് ചെയ്യുക? 1 × 4 4, 4 പ്ലസ് 3 7, 7/4. 2 × 2 1/2 എന്ന് പറയുമ്പോൾ 2 × 2 4, 4 പ്ലസ് 1 5, അപ്പൊ 5/2. ഇനി 5 1/4 എന്ന് പറയുമ്പോൾ 5 × 4 20, 20 പ്ലസ് 1 21, അപ്പൊ 21/4. 3 × 2 6, 6 പ്ലസ് 1 7, അപ്പൊ 7/2. ഇനി എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഛേദങ്ങളുടെ എല്ലാം LCM എടുക്കണം. ഏറ്റവും വലിയ നമ്പർ 4 ആണ് അവിടുത്തെ LCM വരുന്നത്. അപ്പൊ 4 എടുത്തു. അപ്പൊ ഇവിടെ 4 ആയതുകൊണ്ട് അംശത്തിൽ മാറ്റമില്ല, 7. ഇവിടെ 2 ആണ്, അപ്പൊ 2 × 2 ഗുണിക്കുമ്പോഴാണ് 4 വരുന്നത്. അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ മുകളിലും ഗുണിക്കണം. അപ്പം 5 × 2 10. ഇവിടെ 4 ആണ്, അപ്പൊ അത് സെയിം തന്നെ 21 ആണ്. ഇവിടെ 2 × 2 4, അപ്പൊ മുകളിലും നമ്മൾ ഗുണിക്കാം. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് 4 എന്നുള്ള LCM അവിടെ എഴുതാൻ പറ്റും. ഇനി കൂട്ടിയിട്ട് കുറയ്ക്കുക. 17 21, 17 21 38, 38 ന്ന് 14 പോകുമ്പോൾ 24, 24/4 6. ഓക്കെ ആണല്ലോ? അപ്പൊ ഓപ്ഷൻ ബി 6 ആണ് നമുക്ക് ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇനി നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ. മീനു തന്റെ യാത്രയുടെ 3/4 ഭാഗം 3/4 ഭാഗം ബസ്സിലും 3/4 ബസ്സിലും ബാക്കിയുള്ള 5 കിലോമീറ്റർ ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത് എങ്കിൽ മീനു ആകെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഏത് ടോപ്പിക്കാന്ന് അറിയാമോ? നമ്മളുടെ സമയവും ദൂരവും എന്ന് പറയുന്ന, അതായത് ടൈം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടുത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? മീനു എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു കുട്ടി എന്ത് ചെയ്തു? ഒരു യാത്ര പോയി. ഇത്രയും ദൂരം യാത്രയുണ്ട്. അതില് ആ മൊത്തം ദൂരത്തിന്റെ 3/4 ഭാഗം ബസ്സിലാണ് പുള്ളിക്കാരി പോയത്. ബാക്കിയുള്ള 5 കിലോമീറ്റർ ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത്.
എങ്കിൽ മീനു ആകെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ മീനു എത്ര കിലോമീറ്റർ പോയി അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു, അതായത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം, അതായത് ദൂരം എന്താണ്? ഡിസ്റ്റൻസ് അല്ലേ? ദൂരം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ്, ദൂരം. അപ്പൊ ഈ ദൂരം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി ദൂരത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ് എന്ന് പറഞ്ഞ് അങ്ങ് നമുക്ക് കൊടുക്കാം. എക്സ് എന്ന് ഇടുമ്പം നിങ്ങൾ പേടിക്കേണ്ട. കാരണം എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ ദൂരം നമുക്ക് അറിയില്ല. അപ്പൊ അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു വേരിയബിൾ കൊണ്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. എക്സ് എന്ന് നമ്മൾ അങ്ങ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ദൂരം നമുക്കറിയില്ല. നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു സൗകര്യത്തിന് നമ്മൾ എക്സ് എന്ന് അങ്ങ് കൊടുത്തു. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മൊത്തം ദൂരമാണ് എക്സ്. ഈ എക്സിന്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് മീനു എത്ര ദൂരം സഞ്ചരിച്ചു, അതായത് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ മൊത്തം ദൂരത്തിന്റെ 1/4 ഭാഗം പുള്ളിക്കാരി ബസ്സിലാണ് പോയത്. ഓക്കെ, ബാക്കിയുള്ള 5 കിലോമീറ്റർ ആണ് ഓട്ടോയിൽ പോയത്. അതായത് ഒരു സംഭവത്തിന്റെ 1/4 ഭാഗം നമ്മൾ എപ്പോഴും 1 എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് അല്ലേ? അപ്പൊ അതിലെ 1/4 ഭാഗം ബസ്സിൽ പോയി. അപ്പൊ ബാക്കി എത്രയാണ്? 1/4 ഭാഗവും കൂടി ഉണ്ട് അല്ലേ? നമ്മൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു രൂപ അല്ലെ, 1 എടുത്തു, അതിന്റെ 1/4 ഭാഗം ബസ്സിൽ പോയി, ബാക്കി റിമൈനിങ് എത്രയാണ്? 1/4. ആ ഒരു രീതിയിൽ ഒന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പം 1/4 ഭാഗം ബസ്സിൽ പോയി, ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ 1/4 ഭാഗം ബസ്സിലാണ് പുള്ളിക്കാരി പോയത്. ബാക്കിയുള്ള, കണ്ടോ, ബാക്കിയുള്ള 5 കിലോമീറ്റർ ഓട്ടോയിലാണ് പോയത്. അതായത് മൊത്തം ദൂരത്തിന്റെ, ഇപ്പം എക്സ് ആണ് നമ്മൾ മൊത്തം ദൂരമായിട്ട് എടുത്തത്. മൊത്തം ദൂരത്തിന്റെ 1/4 ഭാഗം പുള്ളിക്കാരി എങ്ങനെയാ പോയത്? ബസ്സിൽ പോയി. ഇനി ബാക്കിയുള്ള ദൂരം, അതായത് എക്സ് ആണല്ലോ, അപ്പൊ ബാക്കിയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ഭാഗം അല്ലേ? 1/4ന്റെ ബാക്കി വരുന്ന എത്രയാണ്? 1. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് 1 നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ 1/4 ഭാഗം ബസ്സിൽ പോകുന്നു, ബാക്കിയുള്ള എന്താണ്? 1/4 ഭാഗം അല്ലേ? ആ ദൂരത്തിന്റെ 1/4 ഭാഗം എന്ന് പറയുന്ന എത്രയാണ്? 5 കിലോമീറ്റർ. ദൂരത്തിന്റെ 1/4 ഭാഗം ആയ 5 കിലോമീറ്റർ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പൊ മൊത്തം ദൂരത്തിന്റെ 1/4 ഭാഗം ബസ്സിൽ പോയി, ബാക്കിയുള്ള 5 കിലോമീറ്റർ, അതായത് ദൂരത്തിന്റെ ബാക്കി, മൊത്തം എക്സ് ആണെങ്കിൽ 1/4 ഭാഗം ബസ്സിൽ പോകുന്നു, ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തം ദൂരത്തിന്റെ 1/4 ഭാഗം എങ്ങനെയാ പോയത്? ഓട്ടോയിൽ. അപ്പൊ ആ 1/4 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോമീറ്റർ. അപ്പം എത്രയാ? 5. അപ്പൊ എത്രയാണ് എക്സ് വരുന്നത്? ഈ 4 ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 5 × 4 20 കിലോമീറ്റർ. അപ്പൊ മൊത്തം എത്ര ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളത്? 20 കിലോമീറ്റർ. അത് ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ എ 20. ഒന്നുമില്ല, ഇത്രയും സ്റ്റെപ്പുകൾ ഒന്നും എഴുതേണ്ട കാര്യമില്ല. മീനു ഒരു യാത്ര പുറപ്പെട്ടു, 1/4 ഭാഗം ബസ്സിൽ പോയി, ബാക്കിയുള്ള 5 കിലോമീറ്റർ ഓട്ടോയിൽ പോയി. അങ്ങനെയാണെങ്കിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളത്, ഇപ്പൊ മൊത്തം ദൂരം അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ നമുക്കറിയില്ല, നമ്മൾ അതിനെ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഈ ദൂരമായിട്ടുള്ള എക്സിന്റെ 1/4 ഭാഗം ബസ്സിൽ പോകുന്നു, ബാക്കി എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്കി ദൂരം എന്ന് പറയുമ്പോൾ 1/4 ഭാഗം. ഈ 1/4 ഭാഗമാണ് ഈ 5 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് നമ്മളെ എക്സ്, അതായത് നമ്മളുടെ മൊത്തം ദൂരം കണ്ടുപിടിക്കുന്നു. 5 × 4 എത്രയാണ്? 20 കിലോമീറ്റർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, ദൂരത്തിന്റെ 1/4 ഭാഗം ബസ്സിൽ പോകുന്നു, ബാക്കിയുള്ള 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ബാക്കി ദൂരം, അതായത് 1/4 ഭാഗം 1/4 × എക്സ് അല്ലെ? ദൂരത്തിന്റെ 1/4 ഭാഗമാണ് ഈ 5 കിലോമീറ്റർ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയാ? 5 × 4 20. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനു മുന്നേ നമ്മൾ ആദ്യമേ പറഞ്ഞു PSCയുടെ ഏജ് ലിമിറ്റ്, പ്രായപരിധി ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് പുതിയ പുതിയ അവസരങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. നമ്മൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളും പ്രിപ്പറേഷൻ ഒരു രീതിയിൽ PSC ഒക്കെ എഴുതി കിട്ടാതെ പോയി നിരാശപ്പെട്ടവരൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് നിരാശ വേണ്ട, അവർക്ക് പുതിയ അവസരങ്ങളാണ്, എഴുതുന്നവർക്ക് അവസരങ്ങളാണ്. മീൻസ് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ ആണ്, അതും കൂടെ ആലോചിച്ചോണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അതായത് അതിന്റെ ഇതായിട്ട് നമ്മളുടെ ഫാൽക്കണക്സിൽ, നമ്മളുടെ ഫാൽക്കണക്സ് അക്കാഡമിയിൽ എന്താണ് ഒരു സെയിൽ 40%, 40% ഓഫ് സെയിലാണ് നടക്കുന്നത്. ഫാൽക്കണക്സ് നോട്ട് ഔട്ട് എന്നാണ് ആ ഒരു ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്.
PSC പ്രായപരിധി 40 വയസ്സ് വരെ ഉയർത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പുതിയ ഒരു ഓഫർ ഒക്കെ ആയിട്ട് വന്നിരിക്കുക. ഫാൽക്കണക്സിന്റെ നോട്ട് ഔട്ട് 40% ആണ് ഓഫ് സെയിൽ. അതിന് യൂസ് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് ഇതാണ്, FX നോട്ട് ഔട്ട്. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. FX നോട്ട് ഔട്ട് എന്നാണ് ആ ഒരു കോഡിന്റെ കൂപ്പൺ കോഡ് വരുന്നത്. എല്ലാ കോഴ്സിനും ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാ കോഴ്സിനും, ഇന്ന കോഴ്സ് എന്നൊന്നുമില്ല, ഫോർ ഓൾ കോഴ്സ് എല്ലാ കോഴ്സസിനും അവൈലബിൾ ആണ്. 40% ആണ് ഓഫ് വരുന്നത്. അപ്പം ഈ ഒരു അവസരം യൂസ് ചെയ്യുക. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ ഇരുന്നാലും അതൊരു 5-6 അല്ലെങ്കിൽ 6-7 മാസത്തിനുള്ളിൽ അതിൻ്റെ ഒരു എക്സാം ഒക്കെ എന്തായാലും നമ്മൾ എഴുതേണ്ടി വരും. സോ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഏതാണ് 40% എല്ലാ കോഴ്സസിനുമാണ് അതിന്റെ ഓഫർ വരുന്നത്. ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക, കോഴ്സസ് പർച്ചേസ് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ക്ലാസ്സിലോട്ട് പോവാം. ഇനി നോക്കിക്കേ, ഒറ്റയാനെ കണ്ടെത്തുക, അതായത് ഓഡ് വൺ ഔട്ട്. ഇതില് ബാക്കി അക്കങ്ങളുമായിട്ട് എന്താണ് ഒരു ബന്ധമില്ലാത്ത ഒരാൾ കാണും. അതിനെ നമ്മൾ ഫൈൻഡ് ഔട്ട്, അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. ഏതൊക്കെ നമ്പേഴ്സാ വരുന്നത്? 2, 6, 7, 11. 2, 6, 7, 11. 4 അക്കങ്ങളുണ്ട്. ഇതില് ഒരാൾക്ക് മറ്റു 3 അക്കങ്ങളുമായിട്ട് ഒരു ബന്ധം കാണത്തില്ല. അതാണ് ഒറ്റയാൻ, ഓഡ് വൺ ഔട്ട്. അതിനെ പുറത്താക്കുക. ഏതായിരിക്കും നമ്പർ? ഒന്ന് നോക്കിക്കേ. ഇപ്പം 2, 7, 11 എന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ 3 നമ്പേഴ്സും അഭാജ്യ സംഖ്യകളാണ്. അതായത് ഇപ്പം 2 എടുത്താലും 7 എടുത്താലും 11 എടുത്താലും ഇതിന്റെ ഘടകങ്ങൾ വരുന്നത് 1ഉം ഈ നമ്പർ മാത്രമാണ്. അതായത് എന്താണ്, ഇപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ 1ഉം 2ഉം മാത്രമാണ് ഇതിന്റെ ഫാക്ടേഴ്സ് വരുന്നത്, അതായത് ഘടകങ്ങൾ. ഇപ്പൊ 7 എടുത്താലും 1ഉം ആ നമ്പർ മാത്രമാണ്. 11 എടുത്താലും 1ഉം 11ഉം മാത്രമാണ് വരുന്നത്. പക്ഷെ ഈ 6 എന്നുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ 6ന് ആരൊക്കെ വരുന്നുണ്ട്? 1 × 6 ഉണ്ട്, 2 × 3 ഉണ്ട് അല്ലേ? അപ്പം 1 ഘടകമാണ്, 2 ഘടകമാണ്, 3 ഘടകമാണ്, 4 ഘടകമാണ്. അപ്പൊ ഏതാണ് ഒറ്റയാൻ വരുന്നത്? ഓഡ് വൺ ഔട്ട്. ഏതാണ് ഒറ്റയാൻ വരുന്നത്? 6 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി 6 ആണ് വരുന്നത്. ബാക്കി ഇപ്പൊ 2, 7, 11 എന്നൊക്കെ പറയുന്നത് അഭാജ്യ സംഖ്യ, അതായത് പ്രൈം നമ്പേഴ്സ് ആണ്. അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം ആ നമ്പരും മാത്രമായിരിക്കും. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ ഏതാണ്? 2 ആണ് ഏറ്റവും ചെറിയ നമ്പർ. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഓഡ് വൺ ഔട്ട് ഏതാ വരുന്നത്? 6 ആണ് ഇവിടുത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് മനസ്സിലായല്ലോ, എളുപ്പമുള്ളതായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 20, ഏറ്റവും താഴത്തെ വരിയിൽ 20, അതിനു മുകളിൽ 18, അതിനു മുകളിൽ 16 എന്ന ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ 2 സോപ്പ് മാത്രമാണെങ്കിൽ ആകെ എത്ര വരിയുണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് നോക്കിക്കേ, മൊത്തത്തിൽ ഒരു കടയിൽ സോപ്പുകൾ ഇങ്ങനെ ഓരോ തട്ടുതട്ടായിട്ട് അടുക്കി വെച്ചിരിക്കുവാണ്. അതിനകത്ത് ഏറ്റവും താഴത്തെ വരിയിൽ എത്രയുണ്ട്? 20 സോപ്പുണ്ട്. അതിന് മുകളിൽ വരുമ്പോൾ 18, അതിന്റെ മുകളിൽ വരുമ്പോൾ 16. അങ്ങനെ അടുക്കി 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 ഏറ്റവും മുകളിലത്തെ വരിയിലെത്തിയപ്പോൾ 2 സോപ്പുകൾ മാത്രമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വരികളുണ്ട്? അതായത് ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുമ്പോൾ ഇതേപോലെ എത്ര വരികളുണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓരോ തട്ടുകൾ എത്ര വരിയായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ രീതി നോക്കുമ്പോൾ നമുക്കൊരു സമാന്തര ശ്രേണിയായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഒരു പ്രോഗ്രഷൻ പോലെ നമുക്ക് സമാന്തര ശ്രേണിയുടെ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടി. കാരണം എന്താണ്? 20, 18, 16, 14, 12, 10, 8, 6, 4, 2 ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൈ കൂട്ടിയപ്പോൾ തന്നെ നമുക്ക് 10 കിട്ടി അല്ലേ? അങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് വേറൊരു എന്ന് പറഞ്ഞാലും ഇപ്പൊ ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് എന്താണ്, ഇപ്പൊ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് കൂട്ടി പറയാനായിട്ട് പറ്റി. അപ്പൊ ഇങ്ങനെ ഒരു സമാന്തര ശ്രേണിയുടെ രൂപത്തിൽ വന്നപ്പം എത്ര വരികൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് എത്ര പദങ്ങൾ ഉണ്ട്, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എത്ര വരികളുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പൊ എത്ര പദങ്ങൾ അല്ലെങ്കിൽ എത്ര ടേംസ്, നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n വെച്ചിട്ട് നമുക്ക് നോക്കിക്കേ. L ലാസ്റ്റ് ടേം, അതായത് അവസാനത്തെ പദം മൈനസ് അവസാനത്തെ ആ സംഖ്യ ഉണ്ടല്ലോ, അവസാന പദം മൈനസ് a എന്ന് പറയുന്ന എത്രയാണ്? ആദ്യത്തെ പദം ബൈ എത്രയാ? ബൈ d. d എന്ന് പറഞ്ഞ എന്താണ്? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം പ്ലസ് 1. ഓക്കെ, പ്ലസ് 1. ഓക്കെ, അപ്പൊ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ നമ്മൾക്കിവിടെ എത്ര വരികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 2 വിട്ടിട്ട് വരുമ്പോൾ നമുക്കിപ്പോ 20, 18, 16, 14 അങ്ങനെ എഴുതുമ്പോൾ ഒരു 10 എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് 10 കിട്ടി. പക്ഷെ വേറൊരു നമ്പേഴ്സ് പെട്ടെന്ന് നമുക്ക് അടുക്കി എടുക്കാൻ പറ്റാത്ത, മീൻസ് ഇങ്ങനെ കൂട്ടാൻ പറ്റാത്തതാവുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ എത്ര വരികളുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി അവിടെ ഉള്ള പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് ആ വരികൾ എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പദങ്ങളുടെ ഇക്വേഷൻ എന്താണ്? n എന്ന് പറയുമ്പോൾ എത്ര പദങ്ങളുണ്ട്, നമ്പർ ഓഫ് ടേംസ്, എത്ര പദങ്ങൾ ഈസ് ഈക്വൽ ടു L എന്ന് പറഞ്ഞ എന്താണ്? അവസാനത്തെ പദം, ലാസ്റ്റ് ടേം, മൈനസ് a എന്ന് പറഞ്ഞ എന്താണ്? ആദ്യത്തെ ടേം, ആദ്യത്തെ പദം, ബൈ d എന്താണ്? കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം, അതിന്റെ കൂടെ പ്ലസ് 1. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ലാസ്റ്റ് ടേം ഇവിടെ നമുക്ക് മൈനസ് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഇനി നമ്മൾ വിചാരിക്കും 20 നിന്നല്ലേ അങ്ങോട്ട് 2 പോകുന്നത്, അപ്പൊ 20 അല്ലേ ആദ്യത്തെ ടേം വരുന്നത്, 2 അവസാനത്തെ ടേം അല്ലേ, അങ്ങനെ ചിന്തിച്ചെഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു മൈനസ് വരും, താഴെ മേളിലും ആകുമ്പോൾ മൈനസ് അങ്ങ് വെട്ടിപ്പൊക്കോളും, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മൈനസ് ഒക്കെ പോയി എന്തിനാ ബുദ്ധിമുട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? അവസാനത്തെ ടേം. ഇങ്ങനല്ലേ നമ്മൾ വരുത്തുന്നത്? 2 സോപ്പ്, 4 സോപ്പ്, 6 സോപ്പ്, 8 സോപ്പ്, ഇങ്ങനെ വരുമല്ലേ? അപ്പൊ എന്താണ് ലാസ്റ്റ് ടേം? 20. അപ്പൊ 20 അവസാനത്തെ പദം 20 മൈനസ് ആദ്യത്തെ എത്രയാണ്? 2 ബൈ പൊതുവ്യത്യാസം എത്രയാണ്? ഇവിടുത്തെ പൊതുവ്യത്യാസം വരുന്നത് എങ്ങനെയാ? 2 വ്യത്യാസം അല്ലേ വരുന്നത്. അപ്പം ബൈ 2, ഇതിന്റെ കൂടെ 1 കൂട്ടുക. ഇത് നോക്കിയേ, 20 മൈനസ് 2 എത്രയാണ്? 18. 18 ബൈ 2 പ്ലസ് 1. അപ്പൊ 18 ബൈ 2 എത്രയാണ്? 9. 9 പ്ലസ് 1 10. എത്രയാ വരുന്നത്? 10. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടി എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ലല്ലോ. അപ്പൊ അത്രയും നമ്മൾ റിസ്ക് എടുക്കണ്ട. ഈ ഒരു പദങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കുവാണെങ്കിൽ എത്ര വരികളുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി 10. 10 പദങ്ങളാണ്, 10 വരികളാണ് വരുന്നത്. ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഇവിടെ പദങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിച്ചാൽ എത്ര വരികളിലാണ് സോപ്പ് അടുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പദങ്ങളുടെ എണ്ണം, n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണമാണ്, L എന്ന് പറയുന്നത് അവസാനത്തെ പദം, a എന്ന് പറയുന്നത് ആദ്യത്തത്, d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. ഓക്കെ, പിന്നെ പ്ലസ് 1. ഓക്കെ ആണല്ലോ? അപ്പൊ 10 ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തതും ഒരു ശ്രേണി ക്വസ്റ്റ്യൻ ആണ്, സംഖ്യാശ്രേണിയാണ് വരുന്നത്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെ അക്കങ്ങളാണ് തന്നിട്ടുള്ളത്? 1, 3, 7, 15. ഇനി അടുത്ത നമ്പർ, അടുത്ത സംഖ്യ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതുപോലെയുള്ള ശ്രേണി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന സംഖ്യകൾക്ക് തമ്മിൽ എന്തൊക്കെയാണ് ഒരു ബന്ധം വരുന്നത്, അതനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ 1, 3 കൂടെ നോക്കിക്കഴിഞ്ഞപ്പം മനസ്സിലായത് എന്താണ്? 1 × 2 പ്ലസ് 1 ചെയ്തപ്പോഴാണ് 3 വരുന്നത്. ഓക്കെ, 1 × 2, 2 പ്ലസ് 1 വന്നപ്പം 3 വന്നു. 1ന്റെ കൂടെ 2 ഗുണിച്ച് 1 കൂടെ കൂട്ടിയപ്പം എന്ത് കിട്ടി? 3 കിട്ടി. അപ്പൊ ഇതേപോലെ ആയിരിക്കും അടുത്ത നമ്പരും വരുന്നത്. എങ്ങനെ? 3 × 2 പ്ലസ് 1, അപ്പോഴാണ് 7 വന്നത്. അപ്പം 2 ഗുണിക്കുക, 1 കൂട്ടുക, അതാണ് ഇവിടുത്തെ ബന്ധം. ഇടയ്ക്ക് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ 3 × 2 6, 6 പ്ലസ് 1 എത്ര വന്നു? 7. ഓക്കെ, അപ്പൊ അടുത്ത 15 വരുമ്പോഴും എങ്ങനെ തന്നെ വരും? 7 × 2 പ്ലസ് 1,
7 ഇൻറ്റു 2 എത്രയാണ്? 14. 14 പ്ലസ് 1 15. അപ്പൊ അടുത്തത് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻ ആയിരിക്കുമല്ലോ അടുത്തത് വരുന്നത്. അപ്പൊ എങ്ങനെയാണ്? 15 ഇൻറ്റു 2 പ്ലസ് 1. ഓക്കെ, അപ്പൊ എത്രയാണ്? 15 ഇൻറ്റു 2 30. 30 പ്ലസ് 1 31. അപ്പൊ ഏതാ ഓപ്ഷൻ വരുന്നേ? ഓപ്ഷൻ ഡി 31. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? 2 ഗുണിക്കുക 1 കൂട്ടുക. ഇപ്പൊ ആദ്യത്തെ 1 ആയിരുന്നു, 1 ഇൻറ്റു 3 അല്ലേ? അപ്പം 1 ഇൻറ്റു 2 പ്ലസ് 1. അപ്പൊ എങ്ങനെ വന്നു? 2 പ്ലസ് 1 3. പിന്നെ അടുത്തത് വീണ്ടും 2 ഗുണിച്ചു 1 കൂട്ടി 7. പിന്നെയും എന്താ? 7 ഇൻറ്റു 2 പ്ലസ് 1 15. 15 ഇൻറ്റു 2 പ്ലസ് 1 31. അപ്പൊ ഏതാ ഓപ്ഷൻ വന്നത്? ഓപ്ഷൻ ഡി 31 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു റിലേഷൻ, ഇപ്പം ഇത് നമുക്ക് ഒരു റിലേഷൻ ആക്കാം. ഇപ്പൊ വേറെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ളൊരു എന്താണ് ഡിഫറൻസ്? 1 3 7 15. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പലർക്കും പല ഐഡിയാസ് വരും. ഇപ്പൊ ഇത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് 2 4 പിന്നെ 15 അല്ലെ? 8 7 15. പിന്നെ ഇതിന്റെ ഡബിൾ എടുത്ത് പോയാലും നമുക്ക് കിട്ടും അല്ലെ? 15 16 31. ഇങ്ങനെയും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇൻറ്റു 2 പ്ലസ് 1. ആ ഒരു ഇതിപ്പം ഒരു ഫോർമാറ്റ് വന്നു. ഇനി ഇത് ചിലപ്പോൾ ചിലർക്ക് ഐഡിയാസ് തോന്നും, ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എടുത്തിട്ട് ഡബിൾ എടുത്ത് എഴുതിയാൽ മതിയല്ലോ. അതും തോന്നാം. ഒരു ശ്രേണി എന്ന് പറയുമ്പോൾ പല രീതിയിൽ പല സിമിലാരിറ്റീസ് തോന്നാം. പക്ഷെ എന്തായാലും വരുന്ന ഫൈനൽ ആൻസർ സംഭവം ഇതായിരിക്കും. ഒന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? 1 ഇൻറ്റു 1 3 കൂടെ വരുമ്പോൾ 1ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടി. അപ്പൊ 1 ഇൻറ്റു 2 പ്ലസ് 1 3. 3 ഇൻറ്റു 2 പ്ലസ് 1 7. 7 ഇൻറ്റു 2 പ്ലസ് 1 15. അല്ലെങ്കിൽ 15 ഇൻറ്റു 2 പ്ലസ് 1 31. അതുപോലെ തന്നെ ഈ ഒരു രീതി നമുക്ക് എടുക്കാം. ഇപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2. ഇത് നോക്കിക്കേ, 2ന്റെ ഡബിൾ വന്നു 4. അപ്പം 3 4 7. 4ന്റെ ഡബിള് 8 കൂട്ടുമ്പോഴാണ് 8 7 15. അപ്പൊ 15ന്റെ കൂടെ 8ന്റെ ഡബിൾ കൂട്ടി, അതായത് 15ഉം 16ഉം കൂട്ടുമ്പോഴും നമുക്ക് എന്ത് വരുന്നുണ്ട്? 31 വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇത് നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഇത് മനസ്സിലായില്ലേ? കാരണം നോക്കിക്കേ, 1 3 7 15 വരുമ്പോ ഇതിന്റെ ഇടയിൽ 2 ആണ് ഡിഫറൻസ്. അടുത്ത് നോക്കിക്കഴിയുമ്പം 2ന്റെ ഇരട്ടിയാണ് ഇവിടുത്തെ ഡിഫറൻസ്. പിന്നെ 4ന്റെ ഇരട്ടിയാണ് ഇവിടുത്തെ ഡിഫറൻസ്. പിന്നെ 8ന്റെ എന്തായാലും 4ന്റെ 8 വന്നു. പിന്നെ 8ന്റെ ഇരട്ടി ആയിരിക്കും ഇതിന്റെ ഇടയിൽ വരേണ്ടത്. അങ്ങനെയും നമുക്ക് എടുക്കാം. ഓക്കെ, 2 രീതിയിലും ഓക്കെ ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് അടുത്ത ഒരു കോഴ്സിന്റെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. വിദ്യാരംഭം 2.0യുടെ ബാച്ച് 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും. ഓഫർ ഒക്കെ തീരാൻ പോവാണ്. 699 ആണ് റേറ്റ് വരുന്നത്. 65% ഓഫ് ആണ് ഈ കോഴ്സിന് വരുന്നത്. അതുപോലെ ഇതിൽ എന്തൊക്കെയാണ്? കമ്പനി ബോർഡ് LGS, ബെഫ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് LDC 2027 കാര്യങ്ങളാണ്. ഫൗണ്ടേഷൻ കോഴ്സ് ആണ് കേട്ടോ. അപ്പം ഏറ്റവും ബേസ് ലെവലിൽ നിന്നും നമ്മളുടെ എന്താണ് സ്ട്രെങ്ത് ചെയ്ത്, നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ മീൻസ് എന്താണ് സ്ട്രെങ്തൻ ചെയ്ത് ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇത്രയും ബെനിഫിറ്റ്, അതായത് LGSന് വേണ്ടി ബെഫ്കോ LDC, VFA, അതുപോലെ 2027 വരാൻ പോകുന്ന LDC. അപ്പൊ ഇത്രയും എക്സാമുകൾക്ക് വേണ്ടി 1 വർഷത്തെ വാലിഡിറ്റി ആണ്. 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. 699 ആണ് റേറ്റ് വരുന്നത്. അപ്പൊ ഈ ഓഫർ ഉടനെ ക്ലോസ് ആവും. ഇത് ജോയിൻ ചെയ്യാത്തവര് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നല്ലൊരു അവസരമാണ്. ഫൗണ്ടേഷൻ കോഴ്സ് ആണ്, സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. ജോയിൻ ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിനിയോഗിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏജ് ലിമിറ്റിന്റെ കാര്യം മറക്കരുത്. ഇനി അവസരങ്ങളുണ്ട്. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എന്താണ്, കോഴ്സസ് പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തുടരുക, നിർത്തിയതാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. അനുവിന്റെ വയസ്സിന്റെ 1/3 അനുവിന്റെ അനിയത്തിയുടെ പ്രായം. അനിയത്തിക്ക് 3 വയസ്സാണെങ്കിൽ അനുവിന്റെ അച്ഛന്റെ വയസ്സെത്ര? ഇത് വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഈ ഒരു വലിയ 3 സെന്റൻസിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാനാണ്, കുറെ സമയം പോവല്ലോ എന്നുള്ളത്. ഒന്നുമില്ല, വെറും 2 സ്റ്റെപ്പുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്, അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനുവിന്റെ വയസ്സിന്റെ 1/3 അനുവിന്റെ അനിയത്തിയുടെ പ്രായം, അതും പറഞ്ഞു. അനിയത്തിക്ക് 3 വയസ്സാണെങ്കിൽ അനിയത്തിയുടെ വയസ്സ് എന്തായാലും തന്നിട്ടുണ്ട്. അപ്പൊ 3 ആളുകളാണ് ഇവിടെ വരുന്നത്. ഒന്ന് അനുവുണ്ട്, ഓക്കെ, അനുവിന്റെ അച്ഛനുണ്ട്, പിന്നെ അനുവിന്റെ അനിയത്തിയുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒന്ന് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീൻസ് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് സ്റ്റെപ്പുകളൊന്നും വലുതായിട്ട് വരാതെ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. എന്താണ് തന്നിരിക്കുന്നത്? അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ് അല്ലെ. അനുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 ഇരട്ടി വയസ്സുണ്ട് അനുവിന്റെ അച്ഛന്. പക്ഷെ അനുവിന്റെ വയസ്സ് നമുക്കറിയില്ല അല്ലെ. ആകെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അനുവിന്റെ അനിയത്തിയുടെ വയസ്സാണ്. അതായത് അനിയത്തിക്ക് 3 വയസ്സുണ്ട് എന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് അനുവിന്റെ വയസ്സ്, അനുവിന് എത്ര വയസ്സുണ്ടോ ആ അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ് അനുവിന്റെ അച്ഛന് വരുന്നത്. അപ്പൊ നമുക്ക് അനുവിന്റെ വയസ്സ് നമുക്കറിയത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അറിയാത്ത കാര്യങ്ങളെ നമ്മൾക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് നമ്മൾ ഇട്ടുകൊടുക്കുക. ഓക്കെ, ഒന്നുമില്ല, എക്സ് എന്ന് പറഞ്ഞ് ചുമ്മാ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വേരിയബിൾ. അപ്പൊ നമുക്ക് അനുവിന്റെ വയസ്സ് നമുക്ക് എക്സ് എന്നങ്ങ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അനുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 ഇരട്ടി വയസ്സ് ആർക്കുണ്ട്? അനുവിന്റെ അച്ഛനുണ്ട്. അപ്പൊ അനുവിന്റെ വയസ്സ് എക്സ് ആണെങ്കിൽ 4 മടങ്ങെന്ന് പറയുമ്പോൾ എന്താണ്? 4 ഇരട്ടി. അപ്പൊ അനുവിന്റെ അച്ഛന്റെ വയസ്സ് എത്രയാണ്? 4x. അനിയത്തിയുടെ വയസ്സ് തന്നിട്ടുണ്ട് 3. ഇനി എന്താ പറയുന്നത്? അനിയത്തിക്ക് 3 വയസ്സാണെങ്കിൽ, അപ്പൊ അനിയത്തിക്ക് 3 വയസ്സുണ്ട്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, അനുവിന്റെ വയസ്സിന്റെ 1/3 അനിയത്തിയുടെ വയസ്സെന്ന് പറയുന്നത്. അനുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 1/3 പ്രായം മാത്രമേ ഉള്ളൂ ആർക്ക്? അനിയത്തിക്ക്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിക്കേ. അപ്പൊ അനിയത്തിക്ക് 3 വയസ്സുണ്ടെന്ന് പറഞ്ഞു. അനുവിന്റെ വയസ്സെന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പം അനുവിന്റെ പ്രായത്തിന്റെ 1/3 എന്ന് പറയുമ്പോൾ എന്താണ്? 1/3x. അതായത് 1/3. അനുവിന്റെ പ്രായം എക്സ് ആണെങ്കിൽ അനുവിന്റെ പ്രായത്തിന്റെ 1/3 വയസ്സാണ് അനുവിന്റെ അനിയത്തിക്കുള്ളത്. അതായത് 1/3, 1/3x. എന്തായാലും അനുവിന്റെ അനിയത്തിയുടെ വയസ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 3 ഈക്വൽ അല്ലേ? കാരണം അനിയത്തിക്ക് 3 വയസ്സുണ്ട്. ഈ 3 വയസ്സെന്ന് പറയുന്നത് അനുവിന്റെ പ്രായത്തിന്റെ 1/3. അനുവിന്റെ പ്രായം എക്സ് ആണെങ്കിൽ പ്രായത്തിന്റെ 1/3 എന്ന് പറയുമ്പോൾ 1/3. ഇത് ഏതിന് തുല്യമാണ്? 3ന് തുല്യം. അപ്പൊ ഇവിടുന്ന് നമുക്ക് എക്സ് കിട്ടത്തില്ലേ? 3 × 3. അതായത് അനുവിന്റെ പ്രായം നമുക്ക് കിട്ടി. അനുവിന്റെ പ്രായം 9. പക്ഷെ നമുക്ക് വേണ്ടുന്നത് അനുവിന്റെ അച്ഛന്റെ വയസ്സാണ്. അനുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 മടങ്ങ്, അതായത് 4 ഇരട്ടി വയസ്സ് ആർക്കുണ്ട്? അനുവിന്റെ അച്ഛൻ. അതായത് 4 × 9, 36 വയസ്സ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ 36 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ചിലരെന്ത് ചെയ്യും? ചിലർ ഓപ്ഷനൊക്കെ വെച്ച് ചെയ്യും. പക്ഷെ ഓപ്ഷനിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് നോക്കി നോക്കി വരുമ്പോൾ കുറേ സമയം പോത്തില്ലേ. ഇപ്പൊ 36 എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൊത്തത്തിൽ ഇച്ചിരി മീൻസ് നമ്മൾ ആ സമയത്ത് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോ. അപ്പൊ അതിനെക്കാട്ടിലും നല്ലത് എന്ത് ചെയ്യുക? ഈ ഒരു 3 രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയും സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇപ്പൊ അനുവിന്റെ പ്രായം അറിയില്ല, അതിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അനുവിന്റെ പ്രായത്തിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 മടങ്ങാണ് അനുവിന്റെ അച്ഛനുള്ളത്. പിന്നെ പറഞ്ഞു അനുവിന്റെ അനിയത്തിക്ക് 3 വയസ്സുണ്ട്. അനുവിന്റെ പ്രായത്തിന്റെ 1/3 അനിയത്തിയുടെ വയസ്സ്. അപ്പൊ അനുവിന്റെ പ്രായം എക്സ് ആണെങ്കിൽ 1/3 എന്ന് പറയുമ്പോൾ എന്താണ്? 1/3x. അപ്പൊ അവിടെ നമുക്ക് കിട്ടി അനുവിന് 9 വയസ്സുണ്ട്. അപ്പൊ 1/3 കറക്റ്റ് ആണ് അല്ലെ? 3 വയസ്സുണ്ട് അനിയത്തിക്ക്. പിന്നെ അച്ഛൻ എന്ന് പറയുമ്പോൾ അനുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 മടങ്ങാണ് അച്ഛന്റെ വയസ്സ് വരുന്നത്. അപ്പൊ 4 × 9 36 അല്ലേ? 2 സ്റ്റെപ്പുകൾ. 2 സ്റ്റെപ്പ് പോലും വേണ്ട, ആ ക്വസ്റ്റ്യനിൽ വെച്ച് തന്നെ നമുക്ക് എഴുതി ചെയ്യാവുന്ന. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ 36 വയസ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എക്സ് ഇട്ടത് കൊണ്ടൊന്നും എന്താണ്, നമ്മൾ ആ വയസ്സൊന്ന് രേഖപ്പെടുത്താനായിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു വേരിയബിൾ അങ്ങനെ നമുക്ക് പറയാം. കണ്ടോ, ഇങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് കിട്ടുന്ന
രീതിയാണ്. ഇപ്പം ഓപ്ഷൻസിൽ നിന്ന് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ അത് ഉപയോഗിക്കുക, അല്ലാത്തവർ ഇങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും നല്ല. 1 മിനിറ്റ് പോലും വേണ്ടല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, അടുത്തതും ഒരു ശ്രേണി തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2, 3 ഇതുപോലുള്ള ശ്രേണികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1, 4, 9, 16 എന്ന സംഖ്യയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. 1, 4, 9, 16 എങ്ങനെയാണ് ഇത് തമ്മിൽ എന്ത് ബന്ധമാണ് വരുന്നത് നോക്കിക്കേ. 1ന്റെ സ്ക്വയർ 1, അടുത്തത് 2ന്റെ സ്ക്വയർ 4, അടുത്തത് 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 15. ഈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 പ്രാവശ്യം മൾട്ടിപ്ലൈ. ഇപ്പം 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 2 4. 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 3 × 3 9. 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 4 × 4 എത്രയാ വരുന്നത്? 16. അപ്പൊ അടുത്ത ഏതായിരിക്കും വരുന്നത്? 5ന്റെ സ്ക്വയർ. 5 × 5 എത്രയാ? 25. അപ്പൊ അടുത്ത സംഖ്യ ഏതാ വരുന്നത്? 25. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി 25 ആണ് ആൻസർ വരുന്നത്. എളുപ്പമല്ലായിരുന്നോ? 1 × 1, 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും സ്ക്വയർ ആയിരുന്നു ഇതിന്റെ റിലേഷൻ. സ്ക്വയർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ ക്യൂബ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ 2ന്റെ സ്ക്വയർ 2 × 2 4, 3ന്റെ സ്ക്വയർ 3 × 3 9, 4ന്റെ സ്ക്വയർ 4 × 4 16, 5ന്റെ അപ്പൊ അടുത്ത എന്തായിരിക്കും വരുന്നത്? 5ന്റെ സ്ക്വയർ 5 × 5 25. അപ്പൊ ഇവിടെ ഏതാ ഓപ്ഷൻ വരുന്നേ? ഓപ്ഷൻ സി 25 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏത്? നേരത്തെ നമ്മൾ ഒരു ഓഡ് 1 ചെയ്തില്ലേ, മറ്റേ അഭാജ്യ സംഖ്യ 2 വരുന്ന 2, 7, 11 6 ഔട്ടായി പോയ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതേപോലെ വേറെ ഒരു രീതിയിലുള്ള ഒരു കൂട്ടത്തിൽ പെടാത്തത് ഓഡ് 1 ഔട്ട്, ഒറ്റയാൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നോക്കിക്കേ. ത്രികോണം, വൃത്തം, ചതുരം, സമചതുരം ഇതിലേതാ വരുന്നത്? എല്ലാവർക്കും അറിയത്തില്ലേ? വൃത്തമാണ് ഇതിനകത്ത് ഓഡ് 1 ഔട്ട് വരുന്നത്. ഇപ്പൊ ബാക്കി ഇപ്പൊ നമ്മള് ത്രികോണം എടുത്താലും ചതുരം എടുത്താലും സമചതുരം എടുത്താലും എല്ലാം ഒരു ഷേപ്പ് വരുന്നതാണ്. വൃത്തം എന്ന് പറയുന്നതാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. വൃത്തം എന്താണ്? സർക്കിൾ. ത്രികോണം എന്താണ്? ട്രയാങ്കിൾ. ചതുരം എന്താ? ചതുരം, സമചതുരം, റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെയാണ്. അപ്പം ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ. അപ്പം ഇത് മൂന്നും വേറൊരു ഷേപ്പ്. വൃത്തം എന്ന് പറയുന്ന സർക്കിൾ വേറൊരു ഷേപ്പ്. അപ്പം ഏതാണ് ഇതിൽ വരാത്തത്? കൂട്ടത്തിൽ പെടാത്തത് വൃത്തമാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ ആണല്ലോ? ഇതില് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ബി എന്താണ്? വൃത്തമാണ് ഇതില് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്ത ഒരു കോഴ്സും കൂടെ പറഞ്ഞോട്ടെ. LP UPയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. അത് 500 അവർ ക്ലാസ്സസ് ആണ്. സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. LP UP ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. ഫൗണ്ടേഷൻ കോഴ്സ് ആണ്, നോട്ട് ചെയ്തോണം. സിലബസ് വൈസ് ഉള്ള ഫൗണ്ടേഷൻ കോഴ്സ്. വെരി ബേസിൽ നിന്നുള്ള ഫൗണ്ടേഷൻ ഇട്ട് നമുക്കൊരു കൃത്യമായിട്ട് ഏതൊരു സംഭവം ആയിക്കോട്ടെ, നമ്മൾക്കൊരു ഫൗണ്ടേഷൻ, അതായത് ഒരു അടിത്തറ, നല്ലതായിട്ടുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു കാര്യങ്ങളും പഠിച്ചിട്ട് കാര്യമുണ്ട്. ഇപ്പം നമ്മളുടെ കരിയർ ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും നമ്മളുടെ ഇപ്പൊ ഒരു എന്ത് തന്നെ ആയിക്കോട്ടെ, ഏതൊരു കാര്യം എടുത്താലും നമുക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആവശ്യമാണ്. അപ്പൊ അതുപോലുള്ളൊരു സംഭവമാണ് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ബേസ് ലെവലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു സ്ട്രോങ് അടിത്തറ ഇട്ടിട്ട് വേണം നമ്മൾ മുന്നോട്ട് പഠിക്കുക. അപ്പൊ അതുപോലെയുള്ളൊരു ഫൗണ്ടേഷൻ കോഴ്സ് ആണ് ഈ ഒരു 500 അവർ ക്ലാസ്സസ് വരുന്ന സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. 999 ആണ് റേറ്റ് വരുന്നത്. 50% അതിന്റെ ഓഫ്. അതുപോലെ ഓൾറെഡി ഫെബ്രുവരി 16 തൊട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്താണ് ജോയിൻ ചെയ്യാനുള്ള ഒരവസരം ഇനിയും ബാക്കിയുണ്ട്. പിന്നെ 1 വർഷത്തെ വാലിഡിറ്റി ആണ്. അതുപോലെ നോക്കിക്കേ, വിദ്യാരംഭം 2.0 പർച്ചേസ് ചെയ്ത യൂസേഴ്സിന് ഓൾറെഡി വിദ്യാരംഭം 2.0 പർച്ചേസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു 50% ഓഫും കൂടി ഉണ്ട്. കണ്ടോ, വിദ്യാരംഭം 2 പർച്ചേസ്ഡ് യൂസേഴ്സിന് ഗെറ്റ് ആൻ എക്സ്ട്രാ 50% ഓഫ്. അവർക്ക് ഒരു എക്സ്ട്രാ 50%. അല്ലാതെ പുതിയതായിട്ട് ഇപ്പൊ ഈ ഒരു കോഴ്സ് എടുക്കുവാണെങ്കിൽ അവർക്ക്, അല്ലാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പം ഏജ് ലിമിറ്റ് ഒക്കെ കൂട്ടിയില്ലേ, അപ്പം പുതിയ പഠിക്കാനായിട്ട് വരുന്നവർക്ക് 50% ഓഫ് ഉണ്ട്. 999 മാത്രമാണ് റേറ്റ്. 1 ഇയർ വാലിഡിറ്റി. സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. അപ്പൊ ജോയിൻ ചെയ്യുക. LP UP എക്സാമുകൾ ഉണ്ടായിരിക്കും. 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്.
അപ്പൊ അടുത്ത ഒരു വർഷത്തിന്റെ പകുതിയൊക്കെ ആവുമ്പോൾ കാണും. അപ്പോൾ ഒരു വർഷത്തെ വാലിഡിറ്റി കോഴ്സ് ആണ് എന്ത് ചെയ്യുക, പഠിക്കുക. ഫെബ്രുവരി 16 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഓഫറൊക്കെ ഉണ്ട്, കളയരുത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ ക്ലാസ് നോക്കാം. നോക്കിയേ, ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി. അപ്പൊ ഇത്രയും ഈ എണ്ണം പറഞ്ഞിട്ട് ഒറ്റ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് എത്ര എണ്ണമാണോ തന്നിരിക്കുന്നത് ആ എണ്ണം തന്നെ ആയിരിക്കും അതിന്റെ ശരാശരി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 7 ഒറ്റ സംഖ്യകളാണ്. ഇപ്പൊ എത്ര ഒറ്റ സംഖ്യകൾ തന്നിട്ടുണ്ടോ, ഇപ്പൊ അതിനെ ഞാൻ n എന്നങ്ങ് റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ ആ n എന്ന് പറയുന്നത് ഏതെണ്ണോ ആയിക്കോട്ടെ, 11 ഒറ്റ സംഖ്യകളെന്നോ അല്ലെങ്കിൽ 8 ഒറ്റ സംഖ്യകളെന്നോ അല്ലെങ്കിൽ 5 ഒറ്റ സംഖ്യകളെന്നോ എന്തും ആയിക്കോട്ടെ, n ഒറ്റ സംഖ്യകൾ. ഇപ്പൊ n എന്ന് പറയുന്നത് അവിടെ ഏത് നമ്പരും കൂടെ ആയിക്കോട്ടെ, n ഒറ്റ സംഖ്യകൾ കൂടെ ശരാശരി എന്ന് പറയുന്നത്, ഇപ്പൊ n എന്ന് പറയുന്നത് എന്തും ആയിക്കോട്ടെ, ഇപ്പൊ 101 ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ 200 ഒറ്റ സംഖ്യകൾ 500 ഒറ്റ സംഖ്യകൾ എന്തും ആയിക്കോട്ടെ, ആ n-ന്റെ സ്ഥാനത്ത് ഏത് നമ്പർ വന്നോട്ടെ. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്തെന്ന് ചോദിച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന n എന്ന് പറയുന്ന ആ എണ്ണം തന്നെ ആയിരിക്കും. മനസ്സിലായോ? n ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ എത്ര എണ്ണം തന്നിട്ടുണ്ടോ ആ ഒരു ഇത് തന്നെയായിരിക്കും. n-ന്റെ അവിടെ ഏത് നമ്പരും ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്താണ്, 7 ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ്. 7 ഒറ്റ സംഖ്യകൾ. അപ്പം ഏതാണ് വരുന്നത്? അപ്പൊ ഇവിടുത്തെ ആൻസർ ശരാശരി എന്ന് പറയുമ്പോൾ ഏത് തന്നെ ആയിരിക്കും, ആ എണ്ണം തന്നെ ആയിരിക്കും, അതായത് 7. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അത് എളുപ്പമാണെന്ന് നമ്മൾ പറഞ്ഞാലും ഈ ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്ര എണ്ണം തന്നിട്ട് ഇത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഇപ്പൊ ഇവിടെ നമുക്ക് 7 ഒറ്റ സംഖ്യകൾ തന്നു, അപ്പൊ 7 ആണ് ഇവിടുത്തെ എണ്ണം വരുന്നത്, അപ്പൊ 7. അതുപോലെ തന്നെ ഇപ്പം 101 ഒറ്റ സംഖ്യകൾ, അപ്പൊ എത്രയായിരിക്കും അതിന്റെ ശരാശരി? 101. അപ്പൊ n എന്ന് പറയുന്നത് ഏത് നമ്പർ ആയിക്കോട്ടെ, n-ന്റെ അവിടെ ഏത് എണ്ണം മാറി മാറി വന്നോട്ടെ, അപ്പൊ ആ n എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിന്റെ ശരാശരി വരുന്നത്. നമ്മളുടെ ഈ ക്വസ്റ്റ്യനകത്ത് 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി ആയിരുന്നു ചോദിച്ചത്. അപ്പൊ എത്രയാണ് ആ ശരാശരി വരുന്നത്? 7 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി 7 ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് മനസ്സിൽ വെക്കുക. n എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണം അവിടെ മാറി വരാമല്ലോ. അപ്പൊ n എന്നുള്ളത് അത് പൊതുവായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ, n ഒറ്റ സംഖ്യകൾ. n-ന്റെ സ്ഥാനത്ത് ഏത് നമ്പരും വന്നോട്ടെ, അപ്പൊ ആ എണ്ണം തന്നെ ആയിരിക്കും അതിന്റെ ശരാശരി എന്നുള്ളതാണ് അവിടുത്തെ മീനിങ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടുത്തെ ആ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ ശരി, ഇനിയിപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നമ്മളുടെ സമയവും ദൂരവും, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് തന്നെയാണ്. കണ്ട, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഓരോ ടോപ്പിക്കും അത്രയും ഇമ്പോർട്ടൻസ് ആണ്, വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. മാത്സിന് 20 ക്വസ്റ്റ്യൻസ്, ഏത് എക്സാം എടുത്ത് നോക്കിയാലും 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്ക് നമുക്ക് സുഖമായിട്ട് കിട്ടുന്ന സംഭവമാണ്. വെറുതെ കളയരുത്, ബോറിംഗ് ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നല്ല ഇതാണ്, നമ്മൾ കുറച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും മാത്സിന്. അപ്പൊ അതുപോലെ നമ്മൾ പഠിക്കുക. ഡെയിലി ഒരു 5 6 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്താൽ മതി. അതിനൊക്കെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ റിസോഴ്സസിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, നമുക്ക് തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലെ. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതിനകത്ത് നമ്പർ മാറ്റി ഇട്ടിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കാം. 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിയേ, 60 km/മണിക്കൂർ വേഗതയിൽ, വേഗത അതായത് സ്പീഡ് തന്നിട്ടുണ്ട്. ഒരു കാറ് 5 മണിക്കൂർ കൊണ്ട്, സമയവും തന്നിട്ടുണ്ട്, എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിസ്റ്റൻസ്. ദൂരം എന്താണ്? ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചെപ്പോഴും വെക്കുക ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി. ദൂരം ഒരെണ്ണം പഠിച്ചാൽ ബാക്കി 2 നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാനായിട്ട് പറ്റും. ദൂരം എന്ന് പറഞ്ഞാൽ വേഗത, അതായത് സ്പീഡ് ഇൻറ്റു സമയം. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെ വരാം? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ദൂരം, ഇസ് ഈക്വൽ ടു സ്പീഡ്
ഇൻറ്റു ടൈം. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറഞ്ഞാൽ വേഗത, സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളും തന്നിട്ടുണ്ട്, വേഗതയും തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. ഇനി ഗുണിച്ചെഴുതുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ വേഗത എത്രയാണ്? 60 km/മണിക്കൂർ ഇൻറ്റു സമയം എത്രയാ? 5 മണിക്കൂർ. 6 × 5 30, 300 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഇവിടെ ഇപ്പൊ പ്രശ്നമില്ല, കാരണം യൂണിറ്റുകളെല്ലാം ഒരുപോലെയാണ്. ഇപ്പം വേഗത, സ്പീഡിന്റെ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാലും km/മണിക്കൂർ ആണ്, സമയവും നമുക്ക് മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്. ചില ക്വസ്റ്റ്യനകത്ത്, ചോദ്യങ്ങളിനകത്ത് ഇപ്പം വേഗത എന്ന് പറയുന്നത് ചിലപ്പോൾ മീറ്റർ/സെക്കൻഡിലും സമയം എന്ന് പറയുന്നത് മണിക്കൂറിലുമായിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ സമയത്തിനെ നമ്മൾ സെക്കൻഡുകളിലൊക്കെ ആക്കി ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യന് പ്രശ്നമൊന്നുമില്ല. ഒരു പക്ഷേ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ യൂണിറ്റുകൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് എന്താണ്, ഇതൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പം ഞാൻ വിചാരിച്ചതാണ്. കാരണം അത് യൂണിറ്റുകൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മളുടെ ആൻസർ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. പൊതുവെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം കിലോമീറ്റർ, മീറ്റർ. വേഗത, സ്പീഡ് എന്ന് പറയുമ്പോൾ km/മണിക്കൂർ അല്ലെങ്കിൽ മീറ്റർ/സെക്കൻഡ്. ടൈം എന്ന് പറഞ്ഞാൽ മണിക്കൂർ, അതായത് അവർ അല്ലെങ്കിൽ സെക്കൻഡ്. ഈ ഒരു രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻസും കൂടി നോക്കുക. ഇപ്പൊ ഇവിടെ കിലോമീറ്ററിൽ തന്നെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അപ്പൊ നമുക്കൊരു പ്രശ്നങ്ങളും വന്നില്ല. ഒരു പക്ഷേ ഇനി മാറ്റി കൊടുത്താൽ യൂണിറ്റുകൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരേപോലെ ആക്കിയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ദൂരമായിരുന്നു, വേഗതയെ സമയവും തന്നിട്ടുണ്ട്. വേഗത 60 km/മണിക്കൂറും സമയം എന്ന് പറയുന്നത് 5 മണിക്കൂർ. യൂണിറ്റുകളിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഡിസ്റ്റൻസ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? വേഗത ഇൻറ്റു സമയം. ഓക്കെ, അതുപോലെ ഇപ്പം വേറെ രണ്ട് ഇക്വേഷൻ, ഇപ്പൊ ഈ ഡിസ്റ്റൻസ് സ്പീഡ് ബൈ ടൈം ആണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് വേറെ രണ്ട് ഇക്വേഷനും കൂടി നമുക്ക് എഴുതി വെക്കാം. അതായത് സ്പീഡ് എന്ന് പറയുമ്പം ഡിസ്റ്റൻസ് ബൈ ടൈം, അതുപോലെ ടൈം എന്ന് പറയുമ്പം ഇവിടെ ആവശ്യമില്ല, ഞാൻ ഈ സംഭവം കണ്ടതുകൊണ്ട് ഞാനൊന്ന് നോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മറ്റ് രണ്ടെണ്ണവും ആ ഇക്വേഷനകത്തുനിന്ന് തന്നെ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റും. ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം ആണെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം. ഇംഗ്ലീഷിലെ ഇക്വേഷൻസ് എഴുതിയെന്നും പറഞ്ഞ് ഇല്ല, ഞാൻ ഇത് വെച്ചിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇതിന്റെയൊക്കെ മലയാളം അറിയാലോ. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗം അല്ലെങ്കിൽ വേഗത, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം, ടൈം എന്ന് പറഞ്ഞാൽ സമയം. ഓക്കെ, ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. വേറെ ഏതെങ്കിലും കേസസിൽ വേഗത കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ സമയം കണ്ടുപിടിക്കാനോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷൻസ് ആണ് അല്ലേ? ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെറിയ ക്ലാസ്സിലെ ഇക്വേഷൻസ് ആണ്, ഓർത്ത് വെക്കുക. ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ദൂരം, വേഗത, സമയം. ഇതേ ഉള്ളൂ. ദൂരം, ഡിസ്റ്റൻസ്, സ്പീഡ്, വേഗത, ടൈം, സമയം. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എത്രയായിരുന്നു? 300 കിലോമീറ്റർ ആയിരുന്നു ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. തൊള്ളായിരത്തി 1 × 15, 89 × 15, 10 × 15 ഇവ ഗുണിച്ചു കൂട്ടുന്നത് ഡാഷ് ഇൻറ്റു 15 തുല്യമാണ്. 3 നമ്പേഴ്സ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുകയാണ്. 901 × 15. അടുത്തത് എത്രയാണ്? 89 × 15, 10 × 15. ഈ പറയുന്ന 3 കാര്യങ്ങളെ ഇത് 3ഉം ഗുണിച്ചിട്ട് കൂട്ടുന്നത് ഏതിന് തുല്യമാണ്? അതായത് ഡാഷ് ഇൻറ്റു 15. ഇവിടെ ഈ ഒരു ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഗുണിച്ച്, അതായത് ഈ 3 കാര്യങ്ങൾ 901 × 15, 89 × 15, 10 × 15 ഇതെല്ലാം കൂടി ഗുണിച്ചിട്ട് കൂട്ടുന്നത് ഡാഷ് ഇൻറ്റു 15 തുല്യമാണ്. അതായത് ഈ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കൂടെ ഗുണിച്ചു കൂട്ടി ഇത് 15 കൊണ്ടൊക്കെ ഹരിച്ചിട്ടൊക്കെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റൂ? ഇല്ല. അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ അറ്റത്ത് തന്നിരിക്കുന്ന 901, ഈ 89, 10 ഇത് 3ഉം കൂടി കൂട്ടിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഈ 3 നമ്പേഴ്സും കൂടി കൂട്ടിയാൽ മതി. അതായത്
ഈ വന്ന ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് ഇതെല്ലാം കൂടെ ഗുണിച്ച് കൂട്ടാനൊന്നും പറ്റത്തില്ല. എന്ത് ചെയ്യുക? പറ്റും, പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല. ഈ പറയുന്ന നമ്പേഴ്സ് കൂട്ടിയിട്ട് ഇവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഏതൊക്കെ നമ്പേഴ്സാ? 901 പ്ലസ് 89 10. ഇത് മൂന്നും കൂടെ കൂട്ടുക, ഇവിടെ കൊണ്ട് എഴുതുക, അത്രേ ഉള്ളൂ. അതായത് 9 1 10, 8 2 10, 1000. അപ്പൊ എന്താണ്? 1000. ഇവിടെ ഏതാ വരുന്നത്? 1000. ഓക്കെ, അപ്പം ഈ ഇത് മൂന്നും കൂടി ഗുണിച്ച് കൂട്ടുന്നത് 1000 × 15, അതായത് 15,000 തുല്യമാണ്. ഇതൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സമയം മൊത്തം പോകും. അതായത് അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ്, അതായത് 901, 89 10, ഇത് മൂന്നും കൂടെ കൂട്ടുക, ഇവിടെ എഴുതുക. അപ്പൊ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ 1000 ആണ് നമ്മൾക്ക് ആൻസർ വരുന്നത്. ഓക്കെ, എളുപ്പമുള്ള എല്ലായിരുന്നു. ഇതാണ് അതിന്റെ ഷോർട്ട് കട്ട്. ഈ നമ്പേഴ്സ് കൂട്ടുക, ഇവിടോട്ട് കൊണ്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനു മുമ്പേ കമ്പനി ബോർഡ് LGSന്റെ ടെസ്റ്റ് സീരീസ് 1500 ക്വസ്റ്റ്യൻസ് ആണ്. 199 ആണ് റേറ്റ് വരുന്നത്. LGSന്റെ എക്സാം എന്തായാലും ഒരുപാട് പേര് എഴുതാൻ പോകുന്നുണ്ട്. അപ്പൊ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസിന്റെ ബെനിഫിറ്റ് എന്താണ്? ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും, അറ്റൻഡ് ചെയ്യാം. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമുക്ക് ഒത്തിരി PSC എഴുതിയതിന്റെ ഒരു എക്സ്പീരിയൻസ് പോലൊക്കെ നമുക്ക് തോന്നും അല്ലെ? കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ആവും. അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും പെർഫെക്ഷനും ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം 1500 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 99 ആദ്യം, ഇപ്പോൾ 199 ആണ്. ഇനിയും നമ്മൾ എന്താണ് ടൈം കളയുന്ന അനുസരിച്ച് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. എന്തിനാണ് 399 വരെയൊക്കെ പോകുന്നത്? ഇപ്പൊ 199 ആണ് റേറ്റ്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക, എന്ത് ചെയ്യുക? ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, അതായത് എല്ലാ സബ്ജക്റ്റുകളും ഉണ്ടായിരിക്കും. 1500 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അപ്പൊ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾക്ക് എക്സ്പീരിയൻസ് കൂടും. അപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഇതൊക്കെ വളരെ ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ നമ്മൾക്ക് ഒക്കെ പണ്ട് എഴുതിയതൊക്കെ നമുക്കൊന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു 36 ലിമിറ്റ് വന്നവർ വിചാരിക്കുമല്ലോ ഇനി എഴുതാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊക്കെ എടുത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ നമ്മളുടെ അറിവ്, നോളജ് ഒക്കെ നമുക്ക് റിക്കളക്ട് ചെയ്യാം അല്ലെ? അപ്പൊ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. 1500 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. 199 ആണ് റേറ്റ് വരുന്നത്. സോ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് നമ്മളുടെ ചോദ്യം. ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്? ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്കമുള്ള ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ ഏതാണെന്ന് നമുക്ക് ആദ്യം അറിയണം. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 999 ആണ്. 3 അക്കമുള്ള ഏറ്റവും വലിയ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 999. 3 അക്കം ഉണ്ട്, ഒറ്റ സംഖ്യയാണ്, ഏറ്റവും വലുതുമാണ്. 999 കഴിഞ്ഞാൽ പിന്നെ 4 അക്കങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 999, അതുപോലെ ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. കാരണം എന്താ? 999 കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000. 1000 ആണ് ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1 അല്ലേ? അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 1. 1000-ന്ന് 999 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. അപ്പൊ ഇത് ആദ്യം നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങളായിരുന്നു. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ, 4 അക്കം വരുന്ന ഇരട്ട സംഖ്യ, അതേതാ? 1000. ഏറ്റവും വലിയ 3 അക്കം വരുന്ന ഒറ്റ സംഖ്യ ഏതായിരുന്നു? 999. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 999 എന്ന് പറഞ്ഞാൽ അത് എഴുതേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയാണ് 999. 1000 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യ. അപ്പൊ അത് രണ്ടും കൂടെ മൈനസ്, അത് തമ്മിലുള്ള വ്യത്യാസമായിരുന്നു ചോദിച്ചത്. അത് എത്രയാണ്? 1 ആണ് അവിടുത്തെ വ്യത്യാസം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ലാഭം നഷ്ടം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ, 200 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുന്നു, 200 രൂപയ്ക്ക് വാങ്ങിയ ആ സാധനം 250 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചെറിയൊരു വിലയ്ക്ക് വാങ്ങി ഒരു സാധനം വാങ്ങി വില കൂട്ടി നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾക്ക് എന്തായാലും ലാഭമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലാഭശതമാനം കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ എന്താ? ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം, എത്ര ലാഭമുണ്ടോ അത് ബൈ വാങ്ങിയ വില ഇൻറ്റു ശതമാനമാവുമ്പോൾ നമുക്ക് അവിടെ ഒരു 100 വേണം. ലാഭശതമാനമാണെങ്കിലും നഷ്ടശതമാനമാണെങ്കിലും നമ്മൾ കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് താഴെ ഡിനോമിനേറ്ററിൽ വാങ്ങിയ വില, ഛേദത്തിൽ വരുന്നത് വാങ്ങിയ വിലയാണ്. ലാഭശതമാനമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ വാങ്ങിയ വില വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. ലാഭശതമാനമാണെങ്കിലും നഷ്ടശതമാനമാണെങ്കിലും. ലാഭം എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു, വിൽക്കുന്നു. വിൽക്കുന്നത് വാങ്ങിയ വിലയേക്കാൾ വിറ്റ വില കൂടുതലാണെങ്കിൽ നമ്മൾക്ക് ലാഭവും, വാങ്ങിയ വില വിറ്റ വിലയെക്കാട്ടിലും വാങ്ങിയ വിലയാണ് കൂടുതൽ നിൽക്കുന്നത്, വിറ്റ വില കുറവാണെങ്കിൽ നമ്മൾക്ക് നഷ്ടവുമാണ്. ഇവിടെ നോക്കിക്കേ, വാങ്ങിയ വില എന്ന് പറയുമ്പോൾ എത്രയാ? വാങ്ങിയ വില 200 രൂപയ്ക്കാണ് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നത്. ആ സാധനം എന്ന് പറയുന്നത് 250 രൂപയ്ക്ക് വിറ്റു. അതായത് വിറ്റ വില 250. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ നമ്മൾക്ക് ലാഭം കിട്ടി. അതായത് നമ്മൾക്ക് അവിടെ കിട്ടിയ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? വിറ്റ വില മൈനസ് വാങ്ങിയ വില. അതറിയാവല്ലോ, വിറ്റ വില മൈനസ് വാങ്ങിയ വില എത്രയാ? 250 രൂപയ്ക്ക് നമ്മൾ വിറ്റു, 200 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ 250 മൈനസ് 200, 50 നമ്മളുടെ ലാഭം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട കാര്യമില്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ വെച്ച് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ എല്ലാ തരത്തിലുള്ള ആളുകളെ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെ നമ്മൾ പരിഗണിക്കണം. അപ്പം ഇക്വേഷൻസ് ഒക്കെ മറന്നു പോയിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ലാഭം എത്രയാണ്? 50. അപ്പൊ ഇവിടെ ലാഭശതമാനം നമുക്ക് കണ്ടുപിടിച്ചൂടെ? ലാഭശതമാനമാണ് ചോദിക്കുന്നത്. ലാഭം എത്രയാണ്? 50 ബൈ വാങ്ങിയ വില 200 ഇൻറ്റു 100. ഇതും വെട്ടി 50 ബൈ 2, 25%. അതായത് ഓപ്ഷൻ ഡി 25% നമ്മളുടെ ലാഭശതമാനം എന്ന് പറയുന്നത്. ഒന്നുമില്ല, എന്താ ലാഭം കണ്ടുപിടിക്കുക. ലാഭമാണെന്ന് നമുക്കറിയാം, കാരണം 200 രൂപയ്ക്ക് നമ്മൾ ഒരു സാധനം വാങ്ങുന്നു, 250 രൂപയ്ക്ക് നമ്മൾ അത് വിൽക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് 50 രൂപയാണ് എക്സ്ട്രാ കിട്ടിയത്, നമുക്ക് 50 രൂപ ലാഭം കിട്ടി. ലാഭശതമാനമാണ് കണക്കാക്കേണ്ടത്. ലാഭശതമാനമാണെങ്കിലും നഷ്ടമാണെങ്കിലും, അതായത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമുക്ക് കണക്കാക്കുന്നത് വാങ്ങിയ വില, അതായത് കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താ? ലാഭം 50 ബൈ വാങ്ങിയ വില 200 ഇൻറ്റു 100 എത്ര കിട്ടി? 25%. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്കാർ പരീക്ഷ എഴുതുന്നവര് കോസ്റ്റ് പ്രൈസ്, വിറ്റ വില എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ്, ലാഭം എന്ന് പറയുന്ന പ്രോഫിറ്റ്, ലാഭശതമാനം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അപ്പം ചെയ്യുക. നമ്മൾ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, നമുക്ക് അപ്പോഴേ മനസ്സിലായി 200 രൂപയാണ് വാങ്ങിയ വില, 250 വിറ്റു. അപ്പൊ നമുക്ക് മനസ്സിലായി 50 രൂപയാണ് ലാഭം. ഇനി ലാഭശതമാനമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 50 ബൈ വാങ്ങിയ വില 200 ഇൻറ്റു 100, അപ്പോഴേ നമുക്ക് കിട്ടി 25% ലാഭം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.35 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാരൂപം ഏത് എന്നാണ് ചോദ്യം. ഒരു ഡെസിമൽ നമ്പർ, അതായത് ദശാംശ സംഖ്യ തന്നു, എന്നിട്ട് അതിന്റെ ഭിന്നസംഖ്യാരൂപം, അതായത് ഫ്രാക്ഷനിൽ അതെങ്ങനെ എഴുതും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ടൈപ്പ് നമുക്ക് ചോദിക്കും. ഇത് ഒരു പക്ഷെ മിക്സഡ് ആയിട്ടായിരിക്കും
ഈ ദശാംശ സംഖ്യ ഭിന്നസംഖ്യ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. ഡെസിമൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻ നമ്പേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദശാംശ സംഖ്യയും ഭിന്നസംഖ്യയും ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കി കിട്ടും. പക്ഷെ നമുക്ക് അതെന്താ, ഇപ്പം ഇവിടെ തന്നെ നോക്കിയേ, 35/10 3.5 അതല്ലെന്ന് മനസ്സിലായി. 20/7 അതിനി നമ്മൾ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 7/20 അത് മൾട്ടിപ്ലൈ ചെയ്യണം. 10/35 അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 20/7 ഇതൊക്കെ എന്താണ്? ഡിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം, ഹരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 0.35 അതായത് ദശാംശം 2 ദശാംശ സ്ഥാനങ്ങളാണ് വന്നിട്ടുള്ളത്. 0.35 പോയിന്റിന് ശേഷം 2 എണ്ണമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 2 സ്ഥാനങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ 35/100 എന്തെങ്കിലും എഴുതി. അതായത് 2 സ്ഥാനങ്ങൾ, അതായത് 0.35. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 2 സ്ഥാനങ്ങളുണ്ട്. അപ്പൊ 2 ഡെസിമൽ നമ്പേഴ്സ്, അതായത് 2 സ്ഥാനങ്ങൾക്ക് മുമ്പ് ദശാംശം സംഖ്യ മീൻസ് ആ പോയിന്റ് വരണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ 1 ആയിരുന്നെങ്കിൽ, ഇപ്പം ഒരു ഡെസിമൽ പോയിന്റ് ആണ് വരണ്ടെങ്കിൽ നമ്മൾ 10 കൊണ്ട് ഹരിക്കുക. 2 എണ്ണമായിരുന്നെങ്കിൽ 100, 3 ആണെങ്കിൽ 1000. അങ്ങനെ ഈ സീറോസ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഡെസിമൽ പോയിന്റ് ഇങ്ങനെ കൂടി വരും. അപ്പൊ ഇവിടെ 0.35 അതായത് പോയിന്റിന് ശേഷം 2 നമ്പേഴ്സ്, അതായത് 2 സ്ഥാനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 35/100. കാരണം 35/100 ആണ് ഈ പറയുന്ന 0.35 എന്ന് പറയുന്നത്. കാരണം 100 ആകുമ്പോൾ 2 സ്ഥാനങ്ങൾ കഴിഞ്ഞ് വേണം പോയിന്റ് ഇടാൻ. അപ്പൊ 0.35 എന്ന് പറയുന്നത് എന്താണ്? 35/100. ഇപ്പൊ ഇവിടെ 3.5 ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? 35/10. കാരണം ഒരു പോയിന്റ്, ഒരു സ്ഥാനം മാത്രമായിരുന്നു വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? 0.35. അപ്പൊ എന്താ? 2 എണ്ണം. അപ്പൊ 100 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ 35/100 ഇതെന്ന് പറയുന്നതാണ് 0.35. എന്നിട്ട് ഈ 35/100നെ ഒന്ന് കട്ട് ചെയ്തേ. 5ന്റെ ടേബിളിൽ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 7/20. അപ്പൊ ഏതാണ് വരുന്ന ആൻസർ? 7/20. ഇങ്ങനെ ചെയ്യുന്ന അല്ലേ എളുപ്പം? അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാ ഓപ്ഷൻസും കൂടി എടുത്ത് ഡിവൈഡ് ചെയ്ത് ഡെസിമൽ എടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ കുറെ സമയം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ വരുമ്പം നമ്മൾ എത്ര സ്ഥാനങ്ങളാണ് നോക്കേണ്ടത്? ഇപ്പൊ 2 സ്ഥാനങ്ങളാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ 100 വെക്കുക. 3 ആണെങ്കിൽ 1000, 4 ആണെങ്കിൽ 10,000. അങ്ങനെ ഒത്തിരി വലുത് വരില്ല, ഒരു 2-3 ഇതിൽ നിൽക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ദശാംശ സംഖ്യയെ നമ്മൾ ഭിന്നസംഖ്യ ആക്കുമ്പോൾ 0.35 അല്ലേ? അപ്പൊ അതിന്റെ ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ 0.35. 2 സ്ഥാനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ 35/100 അങ്ങനെ വരുമ്പോഴാണ് ഈ 0.35 വരുന്നത്. അപ്പൊ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കുമ്പോൾ 5ന്റെ ടേബിളിൽ വെട്ടിക്കളയുമ്പോൾ 7 × 5 35, 20 × 5 100. അപ്പൊ നമുക്ക് എന്താ വന്നത്? 7/20. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ സി, 7/20. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ലായിരിക്കും 7/20 ഒക്കെ ആണോ ഈ 0.35 എന്നൊക്കെ വന്ന് ചോദിക്കുന്നത് എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ 7/20 ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അപ്പം ഏതാണ് ആൻസർ വന്നത്? 7/20. ഇതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്ന് പറയുന്നത് 7/20 ആണ്. അപ്പൊ ഈ ഒരു ഡെസിമൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി, അതായിരിക്കും എളുപ്പം വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരുപാട് കോഴ്സസ് ഉണ്ട് അല്ലെ? ഒത്തിരി കോഴ്സസും എക്സാമുകളും ഒക്കെയാണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇനി SCRTയുടെ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ് സീരീസ്, ഈ SCRT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് അല്ലേ? അപ്പം പഴയ ഓൾഡ് SCRTയിലെയും ഉണ്ട്, ന്യൂ SCRTയിലെയും കൂടെ വന്നിട്ടുള്ള, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. അപ്പം 8 month വാലിഡിറ്റി ആണ്, 8 മാസത്തെ വാലിഡിറ്റി ആണ്. ഇപ്പോൾ 85% ഓഫ് ആണ്. 299 രൂപ, 299 ആണ് അതിന്റെ റേറ്റ് വരുന്നത്. 7000-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. 8 മാസത്തെ വാലിഡിറ്റി ഉണ്ട്, ഇപ്പോഴും ഓഫർ ഉണ്ട്. സോ SCRT പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിനൊക്കെ എഴുതാനായിട്ട് പോകേണ്ടത്. അപ്പോൾ ഓൾഡ് SCRTയും വരുന്നുണ്ട്, ന്യൂ SCRTയുടെയും ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സും എടുത്തിട്ടില്ലാത്തവരെ എടുക്കുക. കാരണം ഇപ്പോൾ നല്ല ഓഫറാണ് എല്ലാ കോഴ്സുകൾക്കും. 85% ഓഫാണ് ഇതിന് തന്നെ വരുന്നത്. 299 ആണ് റേറ്റ് വരുന്നത്. അപ്പം SCRTയുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്യുക. ടെസ്റ്റ് സീരീസ് ചെയ്യുന്നത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഒരു പക്ഷേ ഇതിനു മുമ്പേ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം.
അത് എന്താണ്, ഒത്തിരി ബെനഫിഷ്യൽ ആണ്. അത് വർക്കൗട്ട് ചെയ്ത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. SCRT ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ് സീരീസ് ആണ്. 7000+ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. 8 മാസത്തെ വാലിഡിറ്റി ആണ്. ഇപ്പം എല്ലാത്തിനും നല്ല ഓഫർ ആണ് കോഴ്സസ്. ഈ ഒരു അവസരം വിനിയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക, കോഴ്സസ് പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, നോക്കാം. ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം 10 തവണ ഇങ്ങനെ സൈക്കിളിന്റെ ചക്രം ഇങ്ങനെ കറങ്ങുമ്പോൾ 10 പ്രാവശ്യം ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ ആ സൈക്കിളിന്റെ ചക്രം എന്ന് പറഞ്ഞാൽ 32 മീറ്റർ ദൂരം മുന്നോട്ട് പോകുന്നുണ്ട്, 32 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി ഈ സൈക്കിൾ ചക്രം എത്ര തവണ ഇങ്ങനെ കറങ്ങണം എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഒരു സൈക്കിളിന്റെ ചക്രം 10 പ്രാവശ്യം ഇങ്ങനെ കറങ്ങുമ്പോഴാണ് 32 മീറ്റർ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് നോക്കിക്കേ, 32 മീറ്റർ, യൂണിറ്റ് ശ്രദ്ധിക്കുക, 32 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി സൈക്കിളിന്റെ ചക്രം 10 പ്രാവശ്യമാണ് കറങ്ങുന്നത്. 10 പ്രാവശ്യം. ഓക്കെ, 32 മീറ്റർ ദൂരം മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടി സൈക്കിള് 10 പ്രാവശ്യമാണ് കറങ്ങുന്നത് എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 4 മീറ്റർ അല്ല, 4 കിലോമീറ്റർ, അതായത് 4000 മീറ്റർ. ഇവിടെയാണ് യൂണിറ്റിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യൂണിറ്റ് ശ്രദ്ധിച്ചോണം. 32 മീറ്റർ ദൂരം സഞ്ചരിക്കാനാണ് 10 പ്രാവശ്യം സൈക്കിളിന്റെ ചക്രം കറങ്ങുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സൈക്കിൾ സഞ്ചരിക്കാൻ വേണ്ടി 10/32 തവണ കറങ്ങണം, അല്ലേ? 32 മീറ്റർ മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടി 10 പ്രാവശ്യമാണ് സൈക്കിൾ കറങ്ങുന്നത്. അതായത് 10 പ്രാവശ്യം സൈക്കിളിന്റെ ചക്രം ഇങ്ങനെ കറങ്ങുമ്പോൾ 32 മീറ്റർ സൈക്കിൾ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ 4 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടി ഈ സൈക്കിളിന്റെ ചക്രം എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം കറങ്ങണം എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ 32 മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി 10 പ്രാവശ്യം 10 തവണയാണ് സൈക്കിളിന്റെ ചക്രം കറങ്ങുന്നത്. അപ്പൊ 1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10/32. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാ? 4000 മീറ്റർ. അതായത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അപ്പൊ 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4000 മീറ്റർ. അപ്പം 1 മീറ്ററിന് 10/32, 4000 മീറ്റർ. അതായത് 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4000 മീറ്റർ. അപ്പം 10/32 × 4000. ഇത് മനസ്സിലായോ? ഇത് പണ്ട് നമ്മൾ കണക്ക് പഠിക്കത്തില്ലേ? അതായത് ഒരു ബുക്കിന് 10 രൂപ, 5 ബുക്കിന് 10 × 5, അല്ലേ? അതേപോലെ കോസ്റ്റ്. ഒരു ബുക്കിന് 10 രൂപ ആണെങ്കിൽ 5 ബുക്കിന് 50 രൂപ. അതുപോലെ തന്നെ 1 മീറ്ററിൽ ഒരു സൈക്കിളിന്റെ ചക്രം 10/32 ആണെങ്കിൽ 4000 മീറ്ററിൽ വരുമ്പം 10/32 × 4000. മനസ്സിലായോ? 4000 എങ്ങനെ വന്നു? 4 കിലോമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് മീറ്റർ ആണ്. 32 മീറ്ററിനാണ് 10, 1 മീറ്ററിനാണ് 10/32. അങ്ങനെ വരുമ്പം 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4000 മീറ്റർ. കാരണം 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ. അപ്പൊ 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4000 മീറ്റർ. എന്നിട്ട് ഇതെല്ലാം എന്ത് ചെയ്താൽ മതി? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, 5, 2ന് ടേബിളിൽ വെട്ടുമ്പോൾ 5. ഓക്കെ, 5 × 4000/16 എത്ര വരും? 5 × 4 എന്ന് പറയുമ്പോൾ 20. അപ്പം 20,000/16. 20,000/16. ഒന്ന് ഡിവൈഡ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 20,000/16 ഒന്ന് ചെയ്യുക, 16.
4 2 32 80 16 × 5 80. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, അത് ഇവിടോട്ട് കൊടുക്കണം. അതായത് 1250 തവണ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പം 1250 തവണ ഒരു സൈക്കിളിന്റെ ചക്രം ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ആ സൈക്കിള് 4 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അത് കണ്ടുപിടിക്കാനായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ എന്താണ്? ഒന്നുകൂടെ നോക്കിക്കേ. ഒരു സൈക്കിളിന്റെ ചക്രം 10 പ്രാവശ്യം ഇങ്ങനെ കറങ്ങുമ്പോഴാണ് 32 മീറ്റർ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ഈ സൈക്കിളിന്റെ ചക്രം എത്ര പ്രാവശ്യം കറങ്ങണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ 32 മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി 10 പ്രാവശ്യം കറങ്ങും. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്ററിന് 10/32. അങ്ങനെയാണെങ്കിൽ 4 കിലോമീറ്റർ എന്ന് പറയുന്നത് 4000 മീറ്റർ. 4 എന്ന് തന്നെ ഇട്ട് ചെയ്താൽ തെറ്റിപ്പോകും. അതായത് യൂണിറ്റുകൾ എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് തൊട്ട് മുന്നിലെ കണക്ക് ചെയ്തപ്പം ഞാൻ പറഞ്ഞത്, യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4000 മീറ്റർ. അപ്പം 10/32 × 4000. അപ്പൊ 1250 തവണ. ചിലപ്പോൾ ഇവിടെ 4 നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആൻസർ ചിലപ്പോൾ ഓപ്ഷനകത്ത് കാണുമായിരിക്കും. പക്ഷെ അത് തെറ്റാം. കാരണം എന്താ? 4 കിലോമീറ്റർ ആണ് പോകേണ്ടത്. അപ്പം 4000 മീറ്റർ ആണ്. നമുക്ക് 32 മീറ്ററിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മീറ്ററിലാണ്. അപ്പൊ 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4000 മീറ്റർ. അപ്പൊ അത് സഞ്ചരിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം സൈക്കിൾ ചക്രം കറങ്ങുന്നു എന്ന് പറയുമ്പോൾ 10/32 × 4000. അതായത് 1250 തവണ കറങ്ങുമ്പോഴാണ് ഈ സൈക്കിൾ എന്ന് പറയുന്നത് എത്ര? 4 കിലോമീറ്റർ അല്ലെങ്കിൽ 4000 മീറ്റർ സഞ്ചരിക്കുന്നത്. എത്ര തവണ സൈക്കിൾ ചക്രം കറങ്ങണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് ഓപ്ഷൻ സി 1250 പ്രാവശ്യം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ യൂണിറ്റ് ശ്രദ്ധിക്കുക. 4 കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ 1250 ആണ് നമ്മളുടെ ഓപ്ഷൻ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അത് ബോർഡ് മാസിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ബോർഡ് മാസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതപ്പോൾ ആ ഒരു ബോർഡ് മാസ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ ആ റൂള് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് വരുന്ന ഒരു പ്രധാന കാര്യം. 2 + 16 / 2 × 4 - 5. ഇതിന്റെ വാല്യൂ, ഇതിന്റെ ഉത്തരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാമല്ലോ ബോർഡ് മാസ്, BOD. ഓക്കെ, ബോർഡ് മാസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തെ ഫംഗ്ഷനെ, അതിനകത്ത് എന്താണോ കൊടുത്തത്, ബ്രാക്കറ്റിനകത്ത് ചിലപ്പോൾ ഗുണിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഹരിക്കാനായിരിക്കും, അല്ലെങ്കിൽ കൂട്ടാനാകും, കുറയ്ക്കാനോ. അപ്പൊ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ ബ്രാക്കറ്റിനകത്ത് എന്താണോ ചോദിച്ചിരിക്കുന്നത്, അങ്ങനെ ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ചെയ്യണം. അതിനുശേഷം ഓഫ് എന്ന് പറയുന്നത് ഗുണിക്കുന്നതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, അതായത് ഗുണനം. ഡിവിഷൻ, അതായത് ഹരിക്കണം. അടുത്തത് ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് ഗുണിക്കുക. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. അഡീഷനും എസ് എന്ന് പറയുമ്പോൾ സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടെ നോക്കിക്കേ, ബ്രാക്കറ്റ്സുകൾ ഒന്നുമില്ല. നമുക്ക് ഓപ്പൺ ചെയ്ത് ചെയ്യാനായിട്ട് ബ്രാക്കറ്റ്സുകൾ ഒന്നുമില്ല. പിന്നെ അടുത്തത് പിന്നെന്താ വരുന്നത്? ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തോ ഉള്ളത്? ഡിവിഷൻ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ. ആദ്യം ഹരിക്കുക. അതായത് 2 + 16 / 2 എത്രയാണ്? 8 × 4 - 5. ഇനി ഹരിച്ചതിന് ശേഷം അടുത്ത എന്താ ചെയ്യുന്നത്? ഗുണിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്ത നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഗുണിക്കുക. 2 + 8 × 4 എത്ര? 32 - 5. ഇനി എന്താ ലാസ്റ്റ് വരുന്നത്? കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങ് ചെയ്യുക. അപ്പൊ 32 + 2 34 - 5 എത്രയാ വരുന്നേ? 29. ഓക്കെ, 34 - 5 29. അപ്പം ഓപ്ഷൻ ബി 29 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പൊ നോക്കി, ആദ്യം നമ്മൾ ഈ ബോർഡ് മാസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്, ആ ഒരു ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം നമ്മൾ ആ ഒരു
റൂള് ഫോളോ ചെയ്യണം. ആ റൂള് പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബി എന്ന് പറയുന്ന ബ്രാക്കറ്റ്സ്. അപ്പോൾ ബ്രാക്കറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് എന്താണോ കൊടുത്തിട്ടുള്ളത്, ഡിവിഷൻ ആണെങ്കിൽ അങ്ങനെ, മൾട്ടിപ്ലിക്കേഷൻ അതെന്താണോ ബ്രാക്കറ്റ്സ്, പിന്നെ ഓഫ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, പിന്നെ ഡിവിഷൻ അതായത് ഹരിക്കണം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, പിന്നെ ലാസ്റ്റ് അഡീഷനും സബ്ട്രാക്ഷൻ അതായത് കൂട്ടുക കുറയ്ക്കുക. ഈ ക്വസ്റ്റ്യനകത്ത് ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്തു, അതായത് 16 ഡിവൈഡ് ബൈ 2 എത്രയാണ് 8. അതിനുശേഷം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, 8 × 4 32. പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ കൂട്ടി കുറച്ചു, 32 + 2 34 -5 എത്ര വന്നു 29. ഓപ്ഷൻ ബി ആണ് ആൻസർ, അതായത് 29. ഈ റൂൾ ഒന്നും ഫോളോ ചെയ്യാതെ നമ്മൾ അല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ റോങ് ആൻസർ ഇതിനകത്ത് കാണും. പക്ഷെ തെറ്റാണ്, അങ്ങനെയല്ല. ബോട്ട്മാസിന്റെ റൂൾ ഫോളോ ചെയ്ത് തന്നെ വേണം ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ZBA YCB XDC. ഇനി അടുത്ത ആ ഒരു ശ്രേണിയിലെ ഇതൊരു ആൽഫബറ്റിന്റെ വരുന്ന ഇതാണ്. അടുത്ത ഭാഗം അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അതായത് അടുത്ത ഏത് ആൽഫബറ്റ്സ് ആണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ZBA YCB XDC. ഇനി നാലാമത് വരുന്ന ആൽഫബറ്റിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ശ്രേണി എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അപ്പൊ ആദ്യം നമ്മൾ എന്താ സംഖ്യാശ്രേണികൾ ചെയ്ത പോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഇപ്പം ZYX നോക്കിക്കേ, പുറകോട്ടുള്ള അക്ഷരങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലയോ, XYZ. അപ്പൊ ആദ്യത്തെ ഇവിടെ എന്ത് വരും, W അല്ലേ, എക്സിന്റെ തൊട്ട് പുറകിലുള്ള അക്ഷരം നമുക്ക് വരും W. ഓക്കെ, ഇതെല്ലാം W-ലാണ് കൊടുത്തിരിക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇനി നോക്കിക്കേ, ഇത് നോക്കിക്കേ, BCD. അതെന്താ എങ്ങനെയാ കൊടുത്തിട്ടുള്ളത്, BCD അത് കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അടുത്ത അക്ഷരം വരുമ്പം എന്താ, D കഴിഞ്ഞിട്ട് വരുന്ന E ആയിരിക്കും അടുത്ത വരുന്നത്, BCDE. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ABC. അതും എങ്ങനെയാ വന്നിട്ടുള്ളത്, അത് ഞാൻ ഡോട്ടിട്ട് റെപ്രസെന്റ് ചെയ്യാം. നോക്കിക്കേ, A B C. അപ്പൊ അടുത്ത എന്താ വരുന്നത്, D. അത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ തന്നെ ആയിരുന്നു പോയിട്ടുള്ളത്. അപ്പൊ ഏതാ ഓപ്ഷൻ ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി WED ആണ് ആൻസർ വരുന്നത്. ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു ബാക്കിലോട്ടുള്ള അക്ഷരങ്ങൾ ലെറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ZYX. അപ്പൊ XYZ. അപ്പൊ എക്സിന് തൊട്ട് മുമ്പുള്ള W. പിന്നെ ഇവിടെ നോക്കിക്കേ, BCD. അപ്പൊ അടുത്ത എന്താ വരുന്നത്, E. BCDE. പിന്നെ ABC. അപ്പൊ ABCD. അപ്പൊ ഏതാ ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ്, WED ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ഒരു സമാന ബന്ധം റിലേഷൻ ആ ഒരു ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിട്ടുള്ളത്, തീയതി കലണ്ടർ സമയം ഡാഷ്. അപ്പൊ ആദ്യം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ അതേപോലെ ഉള്ള ഇത് വെച്ചിട്ടായിരിക്കും അടുത്ത ഒരു ഭാഗത്തെ നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ തീയതി, അതായത് തീയതി അറിയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും, എന്താ ഉപയോഗിക്കുന്നത്, കലണ്ടർ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ സമയം അറിയാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്, ക്ലോക്ക്. അതേ ഉള്ളായിരുന്നു അവിടുത്തെ കാര്യം. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കണം. അതായത് തീയതി അറിയാൻ വേണ്ടി നമ്മൾ കലണ്ടർ നോക്കും. ഇപ്പൊ ഡേറ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കലണ്ടർ എടുത്ത് നോക്കും. അതുപോലെ നമുക്ക് സമയം അറിയാൻ വേണ്ടി നമ്മൾ ക്ലോക്ക് നോക്കി. ഓപ്ഷൻസിനകത്ത് ക്ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വാച്ചും ഉണ്ട്, പക്ഷെ എന്താ ക്ലോക്ക് ആണ് ഇത് ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏത് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ ക്ലോക്ക് ആണ് ആൻസർ വരുന്നത്. തീയതി കലണ്ടർ ആണെങ്കിൽ സമയം നമ്മൾ നോക്കാൻ വേണ്ടി ക്ലോക്ക് ആണ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ വേറൊരു കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, LP UPയുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യം ഇതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്. ഇപ്പൊ 999 ആണ് റേറ്റ് വരുന്നത്, 50% ഓഫ്. 1 ഇയർ വാലിഡിറ്റി കോഴ്സ് ആണ്. സിലബസ് വൈസ് ക്ലാസ്സസും 500 അവർ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോഴ് ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. 50% ഓഫ് ഉണ്ട്. പിന്നെ ലിമിറ്റഡ് സീറ്റ്സും കൂടെ ഉള്ളൂ.
ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഫെബ്രുവരി 16 എങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. വിദ്യാരംഭം 2 പർച്ചേസ് ചെയ്ത യൂസേഴ്സിന് എക്സ്ട്രാ ഒരു 50% ഓഫും കൂടി കിട്ടും. അപ്പോൾ ഫൗണ്ടേഷൻ ലെവൽ വരുന്ന കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പഠിത്തമൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പഠിത്തം തുടരുക. പിന്നെ അതുപോലെ തന്നെ 1 ഇയർ വാലിഡിറ്റി ആണ്. സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. 500 മണിക്കൂർ ക്ലാസ്സസ് ഉണ്ട്. സോ ജോയിൻ ചെയ്യുക. ഓഫർ ഉണ്ട്. വിദ്യാരംഭം 2 പർച്ചേസ് ചെയ്ത യൂസേഴ്സിനാണെങ്കിൽ എക്സ്ട്രാ ഒരു 50% ഓഫറും കൂടി കിട്ടും. ഓക്കെ, അതുപോലെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ SCRTയുടെ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ് സീരീസ് 85% ഓഫ് ഉണ്ട്. 299 ആണ് റേറ്റ്. 7,000+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഫാൽക്കൺ-എക്സിന്റെ നോട്ട് ഔട്ട്, അതായത് 40% ഓഫ് സെയിലാണ്. എല്ലാ കോഴ്സസിനും അവൈലബിൾ ആണ്. PSCയുടെ പ്രായപരിധി ഇപ്പം 40 വയസ്സ് വരെ ഉയർത്തിയില്ലേ, അപ്പം അതിനോട് ബേസ് ചെയ്തിട്ട് 40% ഓഫ് സെയിലാണ്. എല്ലാ കോഴ്സസിനും ഫോർ ഓൾ കോഴ്സ് ആണ്. ഏത് കോഴ്സിനും 40% ഓഫ് ഉണ്ട്. അവിടെ യൂസ് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് FX നോട്ട് ഔട്ട് ആണ് അവിടെ കോഡ് വരുന്നത്. അപ്പം പർച്ചേസ് ചെയ്യുക. ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യുക. എല്ലാ കോഴ്സസിനും 40% ഓഫ് ആണ് വരുന്നത്. യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ കമ്പനി ബോർഡ് LGSന്റെ ടെസ്റ്റ് സീരീസും ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതേപോലെ ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസും കൂടി ഉണ്ട്. 199 ആണ് റേറ്റ് വരുന്നത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളും ഒക്കെ വേണമെന്ന് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഈ നമ്പറിൽ വിളിച്ച് ക്ലിയർ ചെയ്യാം. ഇത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. 199 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ടെസ്റ്റ് സീരീസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്രത്തോളം നമ്മൾ ടെസ്റ്റ് സീരീസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതുന്നോ അത്രയും തന്നെ നമ്മൾക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ആകാം, ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആകാം, നമ്മൾക്ക് നമ്മളുടെ നോളജും ഒക്കെ റീകളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബാച്ച് 3 വിദ്യാരംഭം 2 699 ആണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 65% ഓഫ് ആണ് വരുന്നത്. ഇത്രയും കോഴ്സസ് ഉണ്ട്. 1 ഇയർ വാലിഡിറ്റി ആണ്. അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സും നമ്മൾ പറഞ്ഞു. അപ്പം ഒരുപാട് കോഴ്സസ് ഉണ്ട്. എല്ലാ കോഴ്സസിനും ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വിനിയോഗിക്കണം. കോഴ്സസിനൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ മറക്കണ്ട, PSCയുടെ ഏജ് ലിമിറ്റ് അതായത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജനറലിന് 40, OBCക്ക് 43, പട്ടിക വിഭാഗം 45. അപ്പൊ ഇനിയും നിങ്ങളുടെ അവസരങ്ങളൊക്കെ കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇതുവരെ എഴുതിയിട്ട് ഒരു എക്സാമിനും ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല എന്നൊക്കെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് അവർക്ക് വേണ്ടിയുള്ള ഒരു അവസരമാണ് അല്ലേ. അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കരിയറൊക്കെ ഫോക്കസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുക. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകൾക്കായിരിക്കും ഈ ഒരു ഏജ് ലിമിറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പഠനം സ്റ്റാർട്ട് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരും. അപ്പോൾ എക്സാമുകൾ എന്തായാലും ഒരു 6-7 മാസത്തിനുള്ളിൽ ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റുകൾ പോലും നിങ്ങൾ പിന്നോട്ട് വെക്കാതെ എല്ലാ സബ്ജക്ട്സും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇപ്പോൾ മാത്സ് ഒക്കെ തന്നെയാണെങ്കിലും വർക്കൗട്ട് ചെയ്യണം. 20 ക്വസ്റ്റ്യൻസ് മാത്സിന് തന്നെ വെയിറ്റേജ് ഉള്ളതാണ്. അതുപോലെ എല്ലാം ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഹിസ്റ്ററി, ജോഗ്രഫി, ഏത് സബ്ജക്റ്റ്, സയൻസ് എന്തും ആയിക്കോട്ടെ, ഒരു സബ്ജക്ട്സുകൾ പോലും പെൻഡിങ്ങിന് വെക്കാതെ പഠിക്കണം. ടെസ്റ്റ് സീരീസ് ഉണ്ട്. എല്ലാത്തിനും ഉള്ള കോഴ്സസ്, ഓരോ എക്സാമുകൾക്കും വരുന്ന കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം എല്ലാ കോഴ്സസിനും 40% ഓഫോട് കൂടി നമ്മൾ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യാത്തവർ യൂട്ടിലൈസ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുക. എത്രത്തോളം നമുക്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുക അത്രയും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വിനിയോഗിക്കുക. കരിയറൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പം ഒരുപാട് ഇപ്പം പഠിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കോഴ്സസ് ആണെങ്കിലും അവസരങ്ങളാണ്. ഒന്നും നിങ്ങൾക്ക് മിസ്സാക്കാതെ എടുത്തു വെച്ച് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ LGSന്റെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ ഡെയിലി എപ്പോഴും പറയുന്ന പോലെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പഠിക്കുക. എന്നിട്ട് ട്രൈ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഈസി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മോഡറേറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.